Welcome to this new course, BPAS 184. പുതിയ കോഴ്സ് BPAS 184 ലോജിസ്റ്റിക് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് കേട്ടോ. BPAS 184. I'm Unnikrishnan, Academic Council, of course. That is 14,000, that is in Kochi. Okay. സോ എന്താണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതില് ടോട്ടൽ 3 ബ്ലോക്കാണ്. 3 ബ്ലോക്ക്. ബ്ലോക്ക് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക് മാനേജ്മെന്റ്. രണ്ടാമത്തെ ബ്ലോക്കില് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കോമ്പോണൻസ്. ഓക്കെ. നമ്പർ 3 ലോജിസ്റ്റിക് മാനേജ്മെന്റ്, അതായത് ബ്ലോക്ക് 3 ലോജിസ്റ്റിക് മാനേജ്മെന്റ് എമർജിംഗ് ട്രെൻഡ്സ്. ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ വിത്ത് റെഫറൻസ് ടു the new technological advancement which the country has made. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ബ്ലോക്ക് നമ്പർ 3. ഓക്കെ. നൗ ഇതിലെ വേറൊരു സംഭവം, ഇന്ന് യൂണിറ്റ് ഇത് ടോട്ടൽ ഇതിലില്ല, ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. ഇതിലെ ടോട്ടൽ 13 യൂണിറ്റ് ആണ് കേട്ടോ. 13 യൂണിറ്റ് ആണ്. അത് യൂണിറ്റ് വൈസ് ഞാനിത് പറയുന്നതാണ് പിന്നീട്. 13 യൂണിറ്റ് ആണ്, 3 ബ്ലോക്കാണ്. ഓക്കെ. സോ യൂണിറ്റ് 1 ലോജിസ്റ്റിക് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോംസ്. ഇതാണ് യൂണിറ്റ് 1. എന്താണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ലോജിസ്റ്റിക് പറഞ്ഞ സേവനങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയ. നമുക്കൊരു കാര്യസാധ്യം, ഒരു ഡാം കിട്ടണം, അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണ്ടേ? പല ഇരുമ്പ് വേണം, മറ്റേ എല്ലാ സോ മെനി തിങ്സ് ആർ. സിമെന്റ് വേണം, അത് വേണം, മാൻ പവർ വേണം, പൈസ വേണം, അല്ലെ, കൺസൾട്ടൻസ് വേണം, പല കാര്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെ സേവനങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വൻകിട പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വരുക്കൂട്ടൽ, തയ്യാറാക്കൽ. എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കെട്ടണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു പ്രൊഡക്ഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ആദ്യം ബിൽഡിംഗ് വേണ്ടേ? ബിൽഡിങ്ങിന്റെ അത് കംപ്ലീറ്റ് ഓരോന്ന്, അതിന്റെ കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷൻ, ഡ്രെയിനേജ് സിസ്റ്റം, അത് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, ഇതിന്റെ ക്യാൻറ്റീൻ, അത് എംപ്ലോയീസിന് ഇരിക്കാനുള്ളത്, so many things are required, no? അപ്പോ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തന സാധനങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വൺസ് അഗൈൻ ഐ ആം ടെല്ലിങ്, കാരണം ഈ ലോജിസ്റ്റിക് ഇനി പറയൂ. ലോജിസ്റ്റിക് എന്ന് വെച്ചാൽ സേവനങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് 1 ലോജിസ്റ്റിക്സ് കൺസെപ്റ്റ്. ഇതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇംഗ്ലീഷും ഹിന്ദിയും കൂടെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത്, കാരണം ഇംഗ്ലീഷിൻ്റെ അറിഞ്ഞിരിക്കണം, കാരണം മലയാളം വേറെ അതും പറയാം. പക്ഷേ ചിലതൊന്നും ഈ ടെക്നിക്കൽ വേർഡ്സ് ആയതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ തന്നെയാണ് പറയൂ. പക്ഷെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. നമ്പർ 1. നമ്പർ 2, ദയവ് ചെയ്ത ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ കോഴ്സ് വളരെ വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കരിക്കുലമാണ്. അല്ലാതെ യു ഷുഡ് നോട്ട് കമ്പയർ ദിസ് വിത്ത് എനി അതർ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. കാരണം എല്ലാം മോഡേൺ ലേറ്റസ്റ്റ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പം നിങ്ങളെ ഒരിക്കലും വായിച്ചുകൊണ്ടേയിരിക്കണം, ബുക്ക് വായിക്കണം എന്ന് വെച്ചാൽ എന്താ കാരണം എന്ന് വെച്ചാൽ, പരീക്ഷയുടെ തലേദിവസം വായിച്ചാൽ പോരാ, എഴുതാൻ മാർക്ക് കിട്ടില്ല. പ്രത്യേകം ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിധത്തിലുള്ള ഗ്രേസ് മാർക്കും ഇല്ല ഇതില്, മനസ്സിലായില്ലേ? യു ഹാവ് ടു റൈറ്റ് ആൻസർ. ചോദ്യത്തിനനുസരിച്ച് ആൻസർ നമ്മൾ ചെയ്യണം, എങ്കിലേ മാർക്ക് കിട്ടൂ. അപ്പൊ അതുകൊണ്ട് ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ചില യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കേരളത്തിൽ തന്നെ 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക്, 12ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക്, കോളേജിലെ പരീക്ഷ നടത്തിയോ നടത്തിയില്ലെങ്കിൽ ഇത്. പക്ഷേ ഇഗ്നോയിൽ അങ്ങനെയല്ല. ഇഗ്നോയില് അവർക്ക് വളരെ അക്കാഡമിക് വളരെ സ്ട്രോങ് ആണ്, എവാലുവേഷനും പ്രോപ്പറാണ്. എഴുതാതെ മാർക്ക് കിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ എഴുതിയേ പറ്റൂ. അപ്പൊ എഴുതണം വെച്ചാൽ നിങ്ങൾ പഠിക്കണ്ടേ, വായിക്കണ്ടേ? വായിക്കുക എന്ന് സാധാരണ എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്.
അതുകൊണ്ട് നമുക്ക് അവസാനം വായിക്കുക, അങ്ങനെ ഒരു നമുക്കൊരു ശീലമുണ്ടല്ലോ, അവസാനം വായിച്ചാൽ എത്തില്ല നിങ്ങൾ. കാരണം ഇപ്പൊ ഞാൻ തന്നെ ഇത് ജസ്റ്റ് ഐ വാസ് ടേക്കിംഗ് ദിസ്, ഐ ഹാവ് സീൻ ദാറ്റ് ഈവൻ ഈച്ച് യൂണിറ്റ് എത്രയോ കണ്ടന്റ്സ് ഉണ്ട് ഇതിൽ. അപ്പൊ ഒരു വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉദ്ദേശം വെറും പഠിക്കലോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ വാങ്ങലോ അല്ല. അത് എംപ്ലോയ്മെന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അതിനുള്ള കരുത്ത്, അതിനുള്ള എനർജി, അതിനുള്ള വിവരം, അതുകൊണ്ടാണ് നമുക്ക് കിട്ടേണ്ടത്. സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷേ അത് നാളെ അത് നമുക്കത് പ്രയോജനകരമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻ ഡെപ്ത് നമ്മളെ വായിക്കുക, മനസ്സിലാക്കുക. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് കോഴ്സ് ഡിസൈൻ ചെയ്തത് അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിലാണ്. ഇതാണ് ഇത്. അപ്പോൾ ശ്രദ്ധിക്കുക. നൗ കൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്. കാരണം ഇതിലെ അസൈൻമെന്റ് എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് അതേ പ്രകാരമൊക്കെ ചെയ്യുക. ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ഇതിൽ അസൈൻമെന്റ് ഒക്കെ ഉണ്ടാവും ചില സമയത്ത്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ് മാനുവലുണ്ടാവും. അതൊക്കെ പ്രകാരം അത് ചെയ്യുക. കാരണം അതിനൊക്കെ മാർക്കുണ്ട്. ആ മാർക്കും പിന്നെ പരീക്ഷയുടെ മാർക്കും കൂടി കൂടിയിട്ടൊക്കെയാണ്. അതെല്ലാം നിങ്ങളുടെ ഹാൻഡ് ബുക്ക് വായിക്കുക, പ്രോപ്പറായിട്ട് വായിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്നും കണ്ടു ഞാൻ വാട്സാപ്പിൽ എൻ്റെ 2019 അഡ്മിഷൻ എടുത്തിട്ട് കുട്ടികളുടെ പരീക്ഷയും കഴിഞ്ഞിട്ട് ഇതുവരെ സർട്ടിഫിക്കറ്റ് ഇല്ല. എന്താ കാരണം അറിയോ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഓരോന്നിൻ്റെ കോളുണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞാലാണ് അവിടെ കംപ്ലീറ്റഡ് അസൈൻമെന്റ് യെസ് കംപ്ലീറ്റഡ് കൊടുത്താൽ കംപ്ലീറ്റ്, പരീക്ഷ യെസ് എല്ലാവരും പാസ്സായി കംപ്ലീറ്റഡ്. അങ്ങനെ അതൊരു പ്രൊജക്ട് വർക്ക് ഉണ്ട്. ആ പ്രൊജക്ട് വർക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റഡ് കാണിക്കും. എന്നിട്ടാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൂ. അപ്പൊ അതൊക്കെ വായിക്കുക, സ്റ്റുഡൻസ് മാനുവൽ വായിക്കുക. ഇപ്പൊ കുട്ടികൾ പറയാം, അയ്യോ എനിക്ക് അറിയുമായിരുന്നില്ല. അതിന് ഇടവരുത്തണ്ട. കാരണം 2019 അഡ്മിഷൻ എടുത്തിട്ട് വായിക്കാതെ, എന്താണ് മാനുവൽ വായിക്കാതെ നമ്മൾ പഠിക്കുമ്പോൾ അത് എന്താണ് എന്നും കൂടി അറിയണ്ടേ, എങ്ങനെയാണ് പഠിക്കുക എന്നും കൂടി അറിയണ്ടേ. അപ്പോൾ അത് വായിക്കൂ, മനസ്സിലാക്കൂ. ഓക്കെ. സോ ഇൻ ദിസ് യൂണിറ്റ് എന്തുകൊണ്ടാണിത് ഞാൻ പറയാമെന്ന് വെച്ചാൽ, എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാൻ എടുക്കുന്നതുകൊണ്ട്, എത്രയോ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, എത്രയോ കോഴ്സ് ഞാൻ എടുക്കുന്നത് കൊണ്ടും പലവിധ ഫീഡ്ബാക്കിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ചില കുട്ടികൾ, ഇപ്പൊ ഞാൻ പറയാം ഉദാഹരണം, അസൈൻമെന്റ് വെച്ചപ്പോൾ 80, 85, 90 ഇതൊക്കെ കിട്ടും ചില സമയത്ത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ആ അസൈൻമെന്റ് മാർക്ക് വിശ്വസിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് അതേ പ്രകാരം എഴുതരുത്. കാരണം എന്താ അറിയോ? അസൈൻമെന്റ് നിങ്ങൾ എഴുതുന്ന പുസ്തകത്തിൽ നോക്കിയിട്ടൊക്കെയാണ് ചില കോട്ട്. പക്ഷെ എക്സാമിന് നിങ്ങൾക്ക് യു ഹാവ് ടു റൈറ്റ് യുവർ ഓൺ. അപ്പോ എന്ത് പറ്റും? എനിക്ക് 80 മാർക്ക് അസൈൻമെന്റ് ഉണ്ടോ, 90 മാർക്ക് അസൈൻമെന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പരീക്ഷ നിങ്ങൾ അതേമാതിരി കാഷ്വൽ ആയിട്ട് എഴുതും. പരീക്ഷ അപ്പൊ കാണാന്നിട്ട് 45 മാർക്ക്, 50 മാർക്ക്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ എന്റെ വാട്സാപ്പിൽ കണ്ടുപോകാൻ മതിയായിരുന്നു. അപ്പൊ അതിന് ഇൻഡിക്കേഷൻ എന്താണ്? വാല്യുവേഷൻ ശരിക്ക് പ്രോപ്പറായിട്ട് ചെയ്യും. കാരണം ക്വാളിഫൈഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ്, അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ്. ഇതെല്ലാം അക്കാഡമിക് കൗൺസിലേഴ്സ് അപ്രൂവ്ഡ് ഫ്രം ഡൽഹി, ഇൻക്ലൂഡിങ് മീ. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു മാത്രം. ശ്രദ്ധിച്ചിട്ട് പഠിക്കുക, പാസ്സാവുക, നാളെ നല്ല ഫ്യൂച്ചർ ബിൽഡ് ചെയ്യും. നൗ ടുഡേ concept of logistic, an overview, principles, activities, classification, operating objectives of logistic form. ഇതാണ് ജസ്റ്റ് ആയിട്ട് ഇത്. ഇനി 1 by 1 ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻ എനി ടൈപ്പ് ഓഫ് എല്ലാ ഓർഗനൈസേഷനിലും, എല്ലാ ഗവൺമെന്റിലും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, എല്ലാ കമ്പനികളിലും ഇത് ആവശ്യമാണ്. The activity pertaining to the production and delivery of products and service awareness, importance, awesome importance. അതായത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെച്ചാലും അവിടെ പ്രൊഡക്ഷൻ വേണം, പ്രൊഡക്ഷൻ മെഷീൻ വേണം, മെഷീൻ റോ മെറ്റീരിയൽ വേണം, റോ മെറ്റീരിയൽ ആള് വേണം, അവിടെ ആൾക്ക് ശമ്പളം കൊടുക്കണം, അല്ലേ? ഒരു ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ. അപ്പൊ കംപ്ലീറ്റ് എല്ലാവരുടെയും കോർഡിനേറ്റഡ് എഫേർട്സ് ആണ് ഇതെല്ലാം, പ്രൊഡക്ഷൻ ഒക്കെ. സോ ഇഫ് എനി, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിനെ എടുക്കുക, ഗവൺമെന്റിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. അതാണ് ചീഫ് മിനിസ്റ്ററിലോ ഒന്നും ചെയ്യുന്നത്, ചീഫ് മിനിസ്റ്റർ ഒപ്പിടുക മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് താഴത്ത് നിങ്ങോട്ട് വരതല്ലേ. അപ്പൊ എത്രയോ കണക്റ്റഡ് ഇതിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ആക്ടിവിറ്റി പെർട്ടൈനിങ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓൾസോ ഇമ്പോർട്ടന്റ്, അല്ലേ? നമ്മുടെ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ കമ്പനി നിലനിൽക്കുമോ? പ്രൊഡക്റ്റ് വിൽക്കാതെ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റുമോ? പ്രൊഡ്യൂസ് ചെയ്യാതെ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ ഈ ടേക്ക് ദ എക്സാമ്പിൾ ACC സിമെന്റ്. ആ സിമെന്റ് അവിടെ ഉണ്ടാക്കട്ടെ, എന്നാലേ കൊടുക്കാൻ പറ്റൂ. ഉണ്ടാക്കിയാലേ കൊടുക്കാൻ പറ്റൂ. കൊടുത്തിട്ടില്ലെങ്കിലോ സർവൈവ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്.
പ്രൊഡ്യൂസ് ചെയ്യും വേണം, വെക്കും വേണം അല്ലേ? പ്രൊഡ്യൂസ് ചെയ്യാൻ പല റോ മെറ്റീരിയൽ വേണം അതിന് അല്ലേ? ഒരുപടി സാധനങ്ങൾ വേണം. അതന്നെ ലോജിസ്റ്റിക് വേണം. അതെങ്ങനെ അത് വരുന്നുണ്ട് ഓരോന്ന് കേട്ടോ. സോ ഡിസൈൻ, അക്വിസിഷൻ, സ്റ്റോറേജ്, മൂവ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ, മെയിൻ്റനൻസ്. അതായത് എന്താണ് സാധനം വാങ്ങേണ്ടത്, അതിന് ഡിസൈൻ വേണം, ഇന്ന സ്പെസിഫിക്കേഷൻ വേണം, ഇന്ന തരത്തിൽ വേണം. നോക്കൂ, ഇപ്പൊ നമ്മുടെ ഒരു മൊബൈൽ വാങ്ങുക, ഏത് ഡിസൈൻ, TV എത്ര ഇഞ്ച് വേണ്ടേ, അക്വിസിഷൻ എവിടുന്ന് കിട്ടും, എല്ലായിടത്തും കിട്ടും സാധനങ്ങൾ. അതായത് ഓരോരോ സാധനങ്ങൾ ചിലയിടത്ത് ഒറ്റ മാനുഫാക്ചർ മാസമുള്ള എത്രയോ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു എന്തെങ്കിലും ഒന്ന് വേണം വെച്ചാൽ എല്ലായിടത്തും കിട്ടില്ലല്ലോ സാധനം. ഇപ്പൊ മരുന്ന് കോവിഡ് വന്ന സമയത്ത് വാക്സിനേഷൻ എന്താ ഇത് മരുന്നുണ്ടായിരുന്നു ഇവിടെ ആകെ. പിന്നെ അവസാനം 1-2 കമ്പനികളുടെ ലൈസൻസ് കൊടുത്തത്. അപ്പൊ നോക്കൂ, ഡിസൈൻ ചെയ്യണം, പിന്നെ പ്രൊക്യൂർമെന്റ്, അക്വിസിഷൻ വാങ്ങണ്ടേ, പിന്നെ സ്റ്റോറേജ്. നോക്കൂ, ഒരു പ്രധാന, ഞാൻ ഈ കോവിഡിനെ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കോവിഡ് മരുന്നുകൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോറിൽ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? ഇത്ര ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സംവിധാനം ചെയ്ത് കൂളിംഗ് എഫക്റ്റ് ഉള്ള സ്ഥലത്ത് യാതൊരു വിധത്തിലുള്ള അതൊക്കെ ഇതും ഇല്ലാതെ ഉള്ളിലേക്ക് ഇത് വരാതെ കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ അത് പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ് സ്റ്റോറേജ് ഫെസിലിറ്റി. ഇല്ലെങ്കിൽ കോവിഡിന്റെ വാക്സിനേഷൻ വരില്ല. ഇവിടൊക്കെ ഉണ്ട് അതിനുള്ള പ്രത്യേക ഇത്തരത്തിലുള്ള മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ. അത് നമ്മൾ ഫുഡ് കോർപ്പറേഷനോ ഗോഡൌണിൽ കൊണ്ട് വീറ്റോ റൈസോ കൊണ്ട് ഡംപ് ചെയ്താൽ വരും പറ്റില്ലല്ലോ. മരുന്നിന് അതിൻ്റെ ഡെൻസിറ്റി ഇതൊക്കെ ഉണ്ട്, ഓരോ സ്റ്റോറേജ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ മൂവ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ്. സോ ഡിസൈൻ, അക്വിസിഷൻ, സ്റ്റോറേജ്, മൂവ്മെന്റ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ. സാധനം വന്നാൽ പോരാ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിൽ എത്രയോ നെല്ല് കെട്ടിക്കിടക്കുന്നുണ്ട്. ചില സമയത്ത് നെല്ല് നാശമായിട്ട് പോകുന്നുണ്ട്, എലി തിന്നുന്നുണ്ട് അല്ലേ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ റേഷൻ പീടികയിൽ എത്തണ്ടേ. ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൾസോ ഇമ്പോർട്ടന്റ് നോ. അതേമാതിരി ഇപ്പൊ നമ്മുടെ FACT വളം ഉണ്ടാക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടത്? കർഷകർക്ക്. വളം ഉണ്ടാക്കിയാൽ മതിയോ? ആ കർഷകർക്ക് കിട്ടണ്ടേ. അപ്പൊ കൃഷിഭവൻ ആയിക്കോട്ടെ, വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിക്കോട്ടെ, അവിടെ കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ പ്രോപ്പർ ആയിരിക്കണം. മെയിൻ്റനൻസ്, യെസ്, മെയിൻ്റനൻസും വേണ്ടേ. കാരണം നിങ്ങൾ ഒരു AC വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, കമ്പ്യൂട്ടർ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, ആൻഡ് സെവറൽ റിലേറ്റഡ് ആസ്പെക്ട് മസ്റ്റ് ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് മാനേജ്ഡ് അല്ലേ. അപ്പൊ നോക്കിയോ, അപ്പൊ നമ്മുടെ എല്ലാ മെറ്റീരിയൽസും പ്രോപ്പറായിട്ട് അതിന്റെ ലൈഫ് കാത്തു സൂക്ഷിക്കുന്നതൊക്കെ അത്യാവശ്യമാണ്. ദിസ് ബീങ് ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദ കോഴ്സ് ഓൺ ലോജിസ്റ്റിക് മാനേജ്, ഇത് ആദ്യത്തെ യൂണിറ്റ് ആണ്. സോ വി ഷാൽ ബി ഫെമിലറൈസിങ് യു, പരിചയപ്പെടുത്തുന്നു certain terms and concepts that are important in the overall framework of the course on logistic management. In this course, the terms ചിലപ്പോൾ ഇതിൽ ഈ കോഴ്സിൽ കമ്പനി എന്ന് പറയുന്നുണ്ട്, ചിലത് എന്റർപ്രൈസ് എന്ന് പറയുന്നത്, എല്ലാം ഒന്ന് തന്നെയാണ്. ഫേം എന്ന് പറയുന്നുണ്ട്, ആർ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി. ഇടയ്ക്കിടയ്ക്ക് ചിലയിടത്ത് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലയിടത്ത് എന്റർപ്രൈസ് എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് ഫേം എന്ന് പറയും, ചിലയിടത്ത് അണ്ടർടേക്കിംഗ് എന്ന് പറയും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഒരു കുട്ടികളുടെ ഒരച്ഛൻ്റെ മക്കളാണ് ഇവരൊക്കെ, മനസ്സിലായില്ലേ? അതേമാതിരി ഇതൊക്കെ ഒന്ന് തന്നെ, മീനിങ് ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, കൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക് ആൻഡ് ഓവർവ്യൂ. The term logistic is derived from the Greek word. നോക്കൂ, എൽ ഒഗോസ്, ഗ്രീക്ക് വേർഡ് എന്നാണ് ഇത് വന്നിരിക്കുന്നത്. ലോജിസ്റ്റിക് നോക്കൂ, വിച്ച് ഇൻക്ലൂഡ്സ് denotes order. The term logistic is derived from the Greek term, okay, el ogos, which denotes order, and from the French word loger, that implies art of war. അതിന് മുമ്പേയുള്ള ഇതായിക്കോട്ടെ, പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വാറ് സമയത്ത് മിലിറ്ററിക്ക് എന്തൊക്കെ വേണം ഇതൊക്കെ സപ്ലൈ ചെയ്യണ്ടേ. അവർക്ക് ഇത് ഭക്ഷണങ്ങളും അതും ഇതൊക്കെ എത്തിച്ചു കൊടുക്കണം, മെറ്റീരിയൽസ്, ആമിനേഷൻ, യൂണിഫോംസ്, ബൂട്ട്, ഇതൊക്കെ വേണ്ടേ. pertaining to the movement, supply of armies. പണ്ടത്തെ കാര്യം പറഞ്ഞ ബീങ് ദ ബ്രാഞ്ച് ഓഫ് മിലിറ്ററി സയൻസ്. പണ്ടേ ഈ ലോജിസ്റ്റിക് പറഞ്ഞാൽ മിലിറ്ററിയാണ്. ഓർമ്മിക്കണേ, മിലിറ്ററിയിലെ ലോജിസ്റ്റിക് പറഞ്ഞ സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട് ലോജിസ്റ്റിക്. ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു ഇത് വായിക്കണ ജസ്റ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ ജസ്റ്റ് ഒരു കസിൻ, വളരെയധികം ക്ലോസ് റിലേറ്റീവ് ആണ്,
നേവിയിൽ കമാൻഡറാണ്. അപ്പോൾ കമാൻഡർ ഞാൻ ചോദിച്ചു എവിടെ? അപ്പോൾ ഭർത്താവ് കമാൻഡർ ആയിരിക്കും, ഭാര്യയും കമാൻഡർ. അപ്പോൾ പറഞ്ഞു ഒരാൾ വാർഷിപ്പിലാണ് നമ്മുടെ വലിയ വാർഷിപ്പ്, പേര് പറയുന്നില്ല. അടുത്ത ഭാര്യ മിലിറ്ററി ലോജിസ്റ്റിക്സ് ആണ്, നേവി ലോജിസ്റ്റിക്സ് ആണ്. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ പട്ടാളത്തിനായിക്കോട്ടെ, നേവിക്കായിക്കോട്ടെ, എയർഫോഴ്സിന് സാമഗ്രികളുണ്ട്. ഓരോ അവരുടെ വാഹനങ്ങൾ വേണം, ആമിനേഷൻസ് വേണം, മൈൻസ് വേണം, എന്തെല്ലാം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, അത് ഇത് തൊപ്പി, ബൂട്ട്, ഇതെല്ലാം വേണ്ടേ. സോ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ട്രൂപ്സ്, പിന്നെ മെഡിസിൻ, ഭക്ഷണം. ഓക്കെ, ദി ഒറിജിൻ ഓഫ് ലോജിസ്റ്റിക് ഈസ് ഓഫ് സ്ട്രിക്ട്ലി മിലിറ്ററി നേച്ചർ. പണ്ട് ഈ ലോജിസ്റ്റിക് പറഞ്ഞ പണ്ട് മിലിറ്ററിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ദിസ് ഡിസിപ്ലിൻ ഗെയിൻഡ് സിഗ്നിഫിക്കൻറ്റ്. അത് പിന്നീട് ഇതായിട്ട് പരിണമിച്ചു ബിക്കോസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റഡി ഓഫ് ദ മെത്തഡോളജീസ് എംപ്ലോയ്ഡ് ടു ഗ്യാരണ്ടി ദി അപ്രോപ്രിയേറ്റ് സപ്ലൈ ഓഫ് പ്രൊവിഷൻ, ആമിനേഷൻ. പിന്നെ നമ്മുടെ പട്ടാളത്തിന് ഫ്യൂല് വേണ്ടേ വാഹനങ്ങൾ ഓടിക്കാൻ? ടു ദി ട്രൂപ്സ്, ജവാന്മാർക്ക് പണ്ട് ഇൻ ജനറൽ. അങ്ങനെ ടു എൻഷുർ ദ ആർമി the facility of moving and fighting in the most difficult condition. ചില സമയത്ത് കാർഗിലൊക്കെ ഇങ്ങനെ ലോകത്തിലെ ഹൈയസ്റ്റ് ബാറ്റിൽ ഫീൽഡാണ്. അപ്പോൾ അവിടെ എത്തിക്കണ്ടേ, ചിലപ്പോൾ ഓക്സിജൻ മറ്റേതൊന്നും കിട്ടില്ല ചിലപ്പോൾ ശ്വസിക്കാൻ. അപ്പോൾ അതൊക്കെ എത്തിക്കേണ്ടതാണ് ലോജിസ്റ്റിക്. പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞ മിലിറ്ററി ലോജിസ്റ്റിക്, പല വിധത്തിലുള്ള ലോജിസ്റ്റിക് വരുന്നുണ്ട്. ഇൻ ഇറ്റ്സ് ഓൾ ഇൻക്ലൂസീവ് ആൻഡ് ലോജിസ്റ്റിക് കവേർഡ് those aspects of military operation that dealt with. അവിടെ നിന്നാണ് നമ്മുടെ ആരംഭം. അതാണ് പിന്നീട് പുരോഗമിച്ച് ലോജിസ്റ്റിക് ആയിട്ട് പണ്ട് പട്ടാളത്തിന് വേണ്ടി ഉപയോഗിച്ചേർന്ന പദമാണ് ഇത്. അപ്പോൾ ഇതിനെന്താ മനസ്സിലാവുന്ന? ഒന്ന് ഗ്രീക്ക് ടേം എന്നാണ് ഇത്, അതായത് ഗോസ്, പിന്നെ അതായത് ഓർഡർ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഫ്രഞ്ച് വേർഡിന് ലോഗർ, അതായത് ആർട്ട് ഓഫ് വാർ. ഓക്കെ, now അതായത് ഓക്കെ, ഡിസൈൻ, ഡെവലപ്മെന്റ്, അക്വിസിഷൻ, സ്റ്റോറേജ്, മൂവ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ, മെയിൻ്റനൻസ്, എവാക്യുവേഷൻ ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ. നോക്കൂ, എന്ത് മെറ്റീരിയലിനും നമ്മൾ വേണിച്ച പട്ടാളത്തിലായിക്കോട്ടെ എവിടെ വേണിച്ചാൽ അത് ഡിസൈൻ വേണം. ഒരു ടേബിൾ ആയിക്കോട്ടെ അത് ഡിസൈൻ ചെയ്യണ്ടേ, വർക്ക് ടേബിൾ ആയിക്കോട്ടെ ഡിസൈൻ ചെയ്യണ്ടേ, അതിൻ്റെ ഡെവലപ്പ് ചെയ്യണ്ടേ, അത് പ്രൊക്യൂർ ചെയ്യണ്ടേ, അത് എവിടെ വെക്കണ്ടേ അത് വെക്കണ്ടേ. അതേമാതിരി അത് ചില സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണ്ടില്ല മൂവ്മെന്റ്, ചിലത് അങ്ങോട്ട്. പട്ടാളത്തിന് നീക്കോളൂ, ചെന്നൈയിൽ നിന്ന് ഡൽഹി ടു പട്ടാങ്കാട് ടു കാർഗിൽ. നോക്കൂ, ഡിസ്ട്രിബ്യൂഷൻ, മെയിൻ്റനൻസ്. പിന്നെ മെയിൻ്റനൻസ് വളരെ, ഒരു വെഹിക്കിൾ നോക്കൂ, അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അപ്പോൾ അത് ആനുവൽ മെയിൻ്റനൻസ് ഉണ്ട്. പിന്നെ ഡിസ്പോസിഷൻ ഓഫ് പിന്നെ സാധനങ്ങളെല്ലാം മെറ്റീരിയൽസ് അത് വരുന്നുണ്ട്, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ മൂവ്മെന്റ്, എവാക്യുവേഷൻ, ഹോസ്പിറ്റലൈസേഷൻ ഓഫ് പേഴ്സണൽ. പിന്നെ ചില സമയത്ത് ഈ പട്ടാളത്തിലെ യുദ്ധത്തിലെ ചില സമയത്ത് മാരകമായി പരിക്കേറ്റ് ആളുകളെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നുണ്ട്, അത് മൂവ്മെന്റ് അല്ലേ. ആ എവാക്യുവേറ്റ് ചെയ്യണ്ടേ, ചില സമയത്ത് ബോംബ് പൊട്ടി അവിടുന്ന് എവാക്യുവേറ്റ് ചെയ്യേണ്ട ആളുകളെ വേണ്ടേ. സോ ഇതൊക്കെ മാനേജ്മെന്റ് ആണ്. അവിടുന്ന് ചിലപ്പോൾ ഹെലികോപ്റ്റർ ആയിരിക്കും, മരുന്ന് കൊടുക്കണം, അത് കൊടുക്കണം, പിന്നെ അവിടുത്തെ ബേസ് ഏതാണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കണം, അങ്ങനെയൊക്കെ. Acquisition or construction, maintenance, operation and disposition of facilities and acquisition of furnishing. പിന്നെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഇതിൽ പെടും ലോജിസ്റ്റിക് മാനേജ്മെന്റ്. അതൊക്കെ വരുന്നുണ്ട് ഡീറ്റെയിൽ. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ലോജിസ്റ്റിക് ഡെവലപ്മെന്റ് ഓവർ കേട്ടോളൂ. ദ പീരിയഡ് വാസ് ഇവോൾവിംഗ് വെൻ അറൌണ്ട് 1980. ഇപ്പൊ പുതിയതായിട്ട് ഇത് പണ്ട് പട്ടാളത്തിന് പീരിയഡ്, ഇപ്പോ 1980 ശേഷം ഈ ലോജിസ്റ്റിക് ഡെവലപ്മെന്റ് കാരണം എന്താ അറിയോ, അതിൽ കാരണങ്ങളുണ്ട്. ന്യൂ കൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക് മാനേജീരിയൽ അസ്യൂംഡ് ഇമ്പോർട്ടൻസ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. ഇപ്പൊ പുതിയ ടെക്നോളജികൾ, ഫാക്സ്, പണ്ട് ടെലക്സ്, അത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ഇമെയില് ഒക്കെ ഭയങ്കരമായിട്ട് വന്ന സമയത്ത് ഇതെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ നമ്മൾ പണ്ട് മാനുവലായി ചെയ്തത് ഓട്ടോമാറ്റിക്കായി, ഇപ്പൊ മനുഷ്യൻ ചെയ്യുന്ന റോബോട്ടായി, മനസ്സിലായോ. അപ്പോ importance in the movement of material involving every stage of the process, including material management, the timely movement of raw material. നോക്കൂ, ഒരു തെർമൽ പവർ സ്റ്റേഷനിലെ കൽക്കരി അവിടെ എത്തിയില്ലെങ്കിലോ ടൈം, സപ്പോസ് എല്ലാം കഴിഞ്ഞു വിചാരിക്കും, ഉള്ള കൽക്കരി ആൾറെഡി ഉപയോഗിച്ച് വിചാരിക്കുക, കോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരും, കംപ്ലീറ്റ് ക്ലോസ് ചെയ്യേണ്ടി വരും, മനസ്സിലായോ.
അതായത് ഫാക്ടറി ക്ലോസ് ചെയ്യേണ്ടി വരും, കാരണം മെറ്റീരിയൽ അങ്ങനെ എത്രയുണ്ട്, പാർട്ട് സ്പെയർ പാർട്സും ഉണ്ടേ. നിങ്ങൾ ഇപ്പോൾ നമ്മൾ മാരുതി ടേക്ക് ദി എക്സാമ്പിൾ, ഞാൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മാരുതി ഹീറോ കൊണ്ട് എന്ത്, അത് സ്പെയർ പാർട്സും ഉണ്ടേ ഓരോന്നിന്. അപ്പൊ പാർട്ട് ആ ടൈമിന് കിട്ടിയില്ല, അത് അസംബിൾ ചെയ്യാൻ പറ്റുമോ? ആൻഡ് സപ്ലൈ ഇത് എവിടെ നിന്നാണ് നല്ല മെറ്റീരിയൽ കിട്ടുക, അതും കൂടി നോക്കണം. ഏതെങ്കിലും മെറ്റീരിയൽ മേടിച്ചാൽ പോരല്ലോ, സബ് ക്വാളിറ്റി, ഒരു ബാഡ് ക്വാളിറ്റി എന്തെങ്കിലും യുനോ അങ്ങനെ പാടില്ലല്ലോ. പിന്നെ ഇന്ന് ആളുകൾ വളരെ 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 ഇതാണ്, കണ്ണിങ് ആണ്. നിങ്ങളിത് മേടിക്കുമ്പോൾ സാധനങ്ങൾ 10 പ്രാവശ്യം നോക്കിയതിന് ശേഷമാണ് വാങ്ങും. അപ്പോൾ അതിലെ അത് ചിലപ്പോൾ 1 കിലോമീറ്ററിൽ അല്ല 1 ലിറ്ററിൽ എത്ര കിലോമീറ്റർ പോകും, അതേമാതിരി എങ്ങനെയൊക്കെയാണ് ടയർ, അത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളും നോക്കിയിട്ടാണ്. മെയിൻ്റെ ഇൻഷുറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, ബെനിഫിറ്റ് ഉണ്ടോ, ഇൻസെൻറ്റീവ് ഉണ്ടോ, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ. സോ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദ മൂവ്മെന്റ് ഓഫ് ദ ഫേം ഫിനിഷ് പ്രൊഡക്ട്സ് ടു ദ കസ്റ്റമർ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫിനിഷ് പ്രൊഡക്റ്റ്, നമ്മൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെയാണ് ഫിനിഷ് പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്ക് ടേക്ക് ദി എക്സാമ്പിൾ TV, അതിൻ്റെ പുറമെ റെഫ്രിജറേറ്റർ, ഇത് ഫിനിഷ് പ്രൊഡക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടല്ലേ അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഗുഡ്ഗാമിലോ ഗോരഗോണിലോ സോറി ഫരീദാബാദിലോ എവിടെയെങ്കിലും ഉണ്ടാക്കിയ സാധനങ്ങളല്ലേ ഇവിടെ വരുന്നത്, അല്ലേ? അപ്പൊ ഫിനിഷ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. കാറ് അതേമാതിരി അങ്ങനെയല്ലേ വരണം, ഇവിടെ ഫിനിഷ് പ്രൊഡക്ട്സ് അല്ലേ വരണം ഇവിടെയൊക്കെ. കാറ് ഞാൻ എന്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ അസംബിൾ ചെയ്യണ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് പക്ഷേ അസംബിൾ ചെയ്യുമ്പോൾ വളരെ അത്രത്തോളം ടെക്നിക്കലി കോമ്പറ്റന്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിരിക്കണം, so that there will not be any complaint from the customer whatsoever. അപ്പോൾ in a globalized world there are multinational which offer their product, എന്നാണ്, which offer their products in widely distributed markets. അതായത് ഇന്നോവേഷൻ ഇന്ന് ഇന്നോവേഷൻ എല്ലാ ഫീൽഡിലും ഇന്നോവേഷൻ ഇല്ലേ. പണ്ടേ ഒരു കമ്പ്യൂട്ടർ പറഞ്ഞാൽ വലിയൊരു സാധനമായിരുന്നു അല്ലേ, പിന്നെ അത് ചെറുതായി, പിന്നെ അത് കഴിച്ചിട്ട് ഇപ്പം അത് ലാപ്ടോപ്പായി, മറ്റേതായി, അങ്ങനെ അങ്ങനെ ഇന്നോവേഷൻ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു വാച്ച് നോക്കിക്കോളൂ, പണ്ട് ഇന്ത്യയിൽ ആകെ ഒരു HMT വാച്ച് ഉണ്ടായിരുന്നു. ഇന്ന് നോക്കൂ എന്തായാലും. പണ്ട് നമ്മളൊരു ഷൂ ഇടുമ്പോൾ ബാട്ടർ ഷൂ ഉണ്ടായിരുന്നു പണ്ട്, ഇന്നോ മനസ്സിലായോ? ഇന്നോവേഷൻ ഓരോ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോത്, മനസ്സിലായില്ലേ? കണ്ടുന്നല്ലേ ഒരാളുടെ ഒരു സിനിമാ സ്റ്റാറിന്റെ 35,000 എന്തോ വാല്യൂ ഉള്ള ഒരു ചെറു ഷൂ. അപ്പൊ അങ്ങനെ ആളുകൾക്ക് ആവശ്യമുള്ള ചില ഇതൊക്കെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണതും ഉണ്ടാക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പുതിയ ടെക്നോളജിയാണ്. സോ കസ്റ്റമർ എന്താ അൾട്ടിമേറ്റ് എന്താണ്? കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് എന്ത് വേണോ അത് കൊടുക്കുക, മനസ്സിലായോ? ബൈയിങ് വാട്ട്സോഎവർ വാസ് അവൈലബിൾ ടു ദം ദാറ്റ് നൗഡേയ്സ് ദേ വാണ്ട് ടു റൈറ്റ്. ശ്രദ്ധിച്ചോളൂ, ഇപ്പോ ആളുകൾക്ക് വേണ്ടത് എന്താണെന്നറിയോ? റൈറ്റ് പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം. അത് റൈറ്റ് ടൈമിൽ നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്താൽ 4 കൊല്ലം കഴിഞ്ഞിട്ട്, പണ്ടൊക്കെ 20 കൊല്ലം കഴിഞ്ഞിട്ട് ബജാജ് സ്കൂട്ടർ കിട്ടിയത് പണ്ടേ. ഇന്ന് അതിനൊന്നും കാത്തിരിക്കുന്ന സമയമില്ല, പെട്ടെന്ന് എപ്പോൾ കിട്ടും. അതായത് ഇപ്പൊ നോക്കൂ, നമ്മൾ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്താ ഇപ്പൊ സാറേ 10 മിനിറ്റ് കൊണ്ട് എത്തല്ലേ. അതുകൊണ്ട് സപ്പോസ് ഈ ഓൺലൈൻ ഡെലിവറി ലേറ്റ് ആയെന്ന് വിചാരിച്ചാൽ പിന്നെ ഓർഡർ ചെയ്യും നമ്മളെ ഭക്ഷണത്തിന്. ഇതേമാതിരി നമ്മളെ ടൈമിന് എന്തെങ്കിലും ഡെലിവറി ഇല്ല, റൈറ്റ് ടൈമിന് വന്നിട്ടില്ല എന്നെങ്കിൽ ആരെങ്കിലും ഇന്ന് സപ്പോസ് നമ്മുടെ ടിക്കറ്റ് ആണോ വിചാരിക്കുക, എയർ ടിക്കറ്റ് ആണോ വിചാരിക്കുക, നാളെ പോകേണ്ട ടിക്കറ്റ് ആണോ വിചാരിക്കുക, അത് ഇന്ന് കിട്ടിയില്ല എന്ത് ചെയ്യും? അപ്പൊ ഡെലിവറി റൈറ്റ് ടൈമിലായിരിക്കണം. സോ റീസണബിൾ പ്രൈസ് ആയിരിക്കണം. അതായത് ഈ പ്രൈസ് ആളുകളെ ഇപ്പൊ നെഗോഷിയേറ്റ് ചെയ്യാൻ അതൊന്നുമില്ല. പ്രൈസ് എപ്പോഴും കോമ്പറ്റന്റ് പ്രൈസ് ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ ഈ വെറും കണ്ടമാനം ചാർജ് ചെയ്തെങ്കിൽ ആളുകൾക്ക് അറിയാലോ. ഓക്കെ, സോ അറ്റ് ചൂസ് ആൻഡ് ലൊക്കേഷൻ. പിന്നെ ലൊക്കേഷൻ, ഈ സാധനം എവിടെ കിട്ടുക? അത് എല്ലാ സാധനം എല്ലായിടത്തും കിട്ടില്ല. ചില സാധനം എവിടെ കിട്ടുക, ലൊക്കേഷൻ, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ വൂള്, ഇപ്പോൾ പണ്ട് ലൂധിയാന, ജമ്മു കാശ്മീർ, ഇതേമാതിരിയുള്ള പല സ്ഥലങ്ങൾ അവിടെയൊക്കെ ഇതിനുള്ള വലിയ പ്രത്യേക ചില കാൺപൂർ ലെതർ, അങ്ങനെ ചില സിറ്റികള് ഫേമസ് ആണ്. ഇപ്പോൾ ജംഷഡ്പൂർ സ്റ്റീൽ. അപ്പൊ ഓരോ എവിടെ കിട്ടുന്ന ഏറ്റവും നല്ലത് ബെസ്റ്റ് ക്വാളിറ്റി, ഓക്കെ, ആൻഡ് യുനോ അത് അവർക്ക് റൈറ്റ് ടൈമിൽ നമുക്കത് കിട്ടുമോ,
റൈറ്റ് പ്രൈസ് ആണോ ഇതൊക്കെ നോക്കണം. ഈ പ്രൈസ് പറഞ്ഞാൽ അതിൽ കുറെ കോമ്പോണൻസ് ഉണ്ട് കേട്ടോ. സോ ദിസ് ബീയിങ് അക്കംപ്ലിഷ്ഡ് വിത്ത് എക്സലന്റ് ഓപ്പറേഷൻ അല്ലേ. അപ്പൊ ഇത് എങ്ങനെ സാധിക്കുന്നത്? ബെസ്റ്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. നമ്മുടെ ഇന്നിപ്പോ നാസയെന്ന് പോയിട്ടുണ്ട് നമ്മുടെ ചന്ദ്രനിലേക്ക്, മറ്റത് എന്തെല്ലാം. അതായത് നിങ്ങൾക്കറിയാം, ഞാൻ ഐ വാസ് വർക്കിംഗ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ബോംബെ. പിന്ന് മുതൽ പ്ലെയിൻ വരെ അവിടുത്തെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങണം. ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലോജിസ്റ്റിക്. ഒരു പിൻ മുട്ടുസൂചി മുതൽ പ്ലെയിൻ വരെ, കാരണം അറിയാലോ സ്പേസ് പ്രോഗ്രാം മറ്റേ ഇതിനൊക്കെ ന്യൂക്ലിയർ റിയാക്ടർ ഇതൊക്കെ കംപ്ലീറ്റ് ഉണ്ടല്ലോ, വാങ്ങണം. അപ്പോ എത്രത്തോളം കോമ്പറ്റിറ്റീവ് പ്രൈസ് ആൻഡ് ദർ ഇസ് നോ കോംപ്രമൈസ് ഫോർ ക്വാളിറ്റി. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലായിരിക്കണം, ഓരോ നല്ല ക്വാളിറ്റി ആയിരിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല. അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് തന്നെ വീഴും. പണ്ടൊക്കെ റോക്കറ്റ് ഒരു കാലത്ത് 40-50 കൊല്ലം മുമ്പേ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് പോയി ലോക്കറ്റ് ഇടും, മാപ്പിട്ട് പോയി അങ്ങനെ അറബിക്കടലില് പതിക്കും, കീപ്പിട്ട് കടലില് പതിക്കും ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് അത്രയും അഡ്വാൻസ് ചെയ്തു. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ക്രയോജനിക് എഞ്ചിൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അതിന്റെ അത് ഇവിടുന്ന് കിട്ടുക, അതേമാതിരി നമ്മൾ മാനുഫാക്ചർ ചെയ്തു. അപ്പോൾ നമ്മുടെ ടെക്നോളജി, അപ്പോൾ ലോജിസ്റ്റിക് മാൻ എല്ലാ കാര്യത്തിലും ബെസ്റ്റ് ഐറ്റംസ് നമുക്ക് വേണം. ഇപ്പോൾ വാർഷിപ്പ്, ഇത് നമ്മുടെ മുങ്ങിക്കപ്പല്, അതേമാതിരി ഇതൊക്കെ ഉണ്ട്. അതിനുള്ള മെറ്റീരിയൽസ് എവിടുന്ന് കിട്ടും? കാരണം അതിൽ ഒരു ഫെയിലിയറും പാടില്ല. ഇതാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും, എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യും, അതെങ്ങനെ ഡെലിവറി ചെയ്യും. സി കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്ന് പറയുന്നത് ഞാൻ ഇരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഇപ്പം നിങ്ങളോട് പറയുന്നതിൻ്റെ ഇവിടുന്ന് വെറും 5 മിനിറ്റ് ഡ്രൈവിങ്ങേ ഉള്ളൂ. കൊച്ചിന് അവര് ഇന്ന് ഫോറിൻ കൺട്രീസിന് വേണ്ടിയിട്ട് പോലും ഷിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാർഷിപ്പ് റീസെൻ്റ്ലി പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഒന്നും പറയുന്നില്ല, ബാക്കിയുള്ള ഡിഫൻസ് സീക്രട്ടും മറ്റേതൊക്കെ മുങ്ങിക്കപ്പലും മറ്റേതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊച്ചിൻ ഷിപ്പ് യാർഡ് പലതും ഉണ്ടാക്കിയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ അവർ ഫോറിൻ കൺട്രീസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓർഡർ അഥവാ നമ്മുടെ ടൈമിൽ നമ്മൾ ഡെലിവറി ചെയ്തില്ലെങ്കിൽ, റൈറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് അല്ല എങ്കിൽ, നമ്മുടെ ക്വാളിറ്റി ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ വാങ്ങും നമ്മുടെ നിന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മളെ പ്രോംപ്റ്റ് ആയിരിക്കണം. സോ ദിസ് ബീയിങ് അക്കംപ്ലിഷ്ഡ് വിത്ത് എക്സലന്റ് ഓപ്പറേഷണൽ സ്കിൽ വേണം. ബെസ്റ്റ്, അതായത് ടാലന്റഡ് പേഴ്സൺ, ഗുഡ് ലീഡർഷിപ്പ്. അതേമാതിരി ഈ ഓരോ സാധനങ്ങളും അധികം വിലയില്ല, അതായത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ബെസ്റ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ വാങ്ങിയിട്ട് മാപ്പിട്ട് പോകാൻ തന്നെ. The following factor could be considered to impact the development of logistics. അപ്പോൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലോജിസ്റ്റിക്കിൽ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യുന്നതാണ്, ഇമ്പാക്ട് ചെയ്യുന്നതാണ്. ഒന്ന്, അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലേ. ഉദാഹരണം നോക്കിക്കോളൂ, പണ്ടേ ടൈപ്പ് റൈറ്റർ ടൈപ്പ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടൊക്കെയാണ് പോയിരുന്നത് അല്ല. നോക്കിക്കോളൂ, ഒരു മിനിറ്റ്. എന്നിട്ട് നമ്മൾ ടെലിഫോൺ ചെയ്യും. ആ ടെലിഫോൺ അങ്ങനെ കറക്കിയിട്ട്, ഇതാ ഞാനൊരു പേപ്പർ അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 4-5 ദിവസം കഴിഞ്ഞാൽ ഓർഡർ അവിടെ വരും, ബൈ പോസ്റ്റാണ് അയച്ചിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മെറ്റീരിയൽ വേണം, അത് ഇത്ര ദിവസത്തിനുള്ളിൽ സപ്ലൈ ചെയ്യണം, ഇന്ന ക്വാളിറ്റി ആയിരിക്കണം പറഞ്ഞിട്ട് ടെലിഫോണിലും ലെറ്ററിലൊക്കെയാണ്. അത് എപ്പോഴാണ് കിട്ടുക? അവിടെ 10 ദിവസം 15 ദിവസം. അമേരിക്കയ്ക്ക് നമ്മൾ ബൈ പോസ്റ്റ് എയർമെയിലൊക്കെയാണ് അയക്കുക. അത് ചിലപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഓരോ സ്ഥലത്തെത്തുക. പക്ഷെ ഇന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു ഇമെയിലാണ്, 10 പൈസ ചെലവില്ല. അതായത് വി റിക്വയർ ദിസ്, അപ്പൊ എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ, അതിനപ്പം തന്നെ നമുക്ക് റിപ്ലൈ കിട്ടും. മറ്റേത് നമ്മൾ 2 മാസം കാത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു മാസം കാത്തിരിക്കണം. ഫോറിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡിലേ. ഇന്ന് എന്താ സ്ഥിതി? ഇവിടുന്ന് ഓർഡർ ചെയ്യണോ അവർ ചെയ്യുന്നു, നമ്മൾ ഓപ്പൺ ചെയ്യണോ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വാട്ടവർ ഇത് അറിയണോ, ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക് അവിടെ നിന്ന് ഇവിടെ എത്തുന്നു. മനസ്സിലായില്ലേ? നോക്കിക്കോളൂ, നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഫ്രാൻസിൽ നിന്ന് പ്ലെയിനൊക്കെ എത്ര 9,000 കോടി ഒക്കെയാണ്. അത് എത്ര എണ്ണം വന്നു പോ. ഇവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്ത് ഇവിടെ നമ്മളെല്ലാം ചെയ്തു. പ്രൈം മിനിസ്റ്റർ അവിടെ സംസാരിച്ചു, ദാറ്റ്സ് ഓൾ. അവിടെ നിന്ന് എത്തി ഓരോന്ന് 1 by 1. പണ്ടെങ്ങനെ ഉണ്ടായിരുന്നത്? ഓരോന്ന് ചെയ്യുമ്പോഴേക്കും എത്രയോ സമയം പിടിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജി വളരെയധികം നമുക്ക് പല വിധത്തിലുള്ള നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അതും കൂടി നോക്കുക. ഓക്കെ,
അതായത് അളവ് സംബന്ധിച്ച് ഇത് വളരെ അളവ് സ്പെസിഫിക്കേഷൻ അത് പ്രോപ്പർ ആയിരിക്കണം. അല്ല ചെറിയൊരു ഇതിൽ വലിയ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ദ സിസ്റ്റം അപ്രോച്ച്, പിന്നെ ടോട്ടൽ കോസ്റ്റ്. ഒരു സാധനം വാങ്ങുമ്പോൾ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കണം. ഈ ലോജിസ്റ്റിക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് പ്രൊഫഷണൽ ആയിരിക്കണം. അതായത് ബെസ്റ്റ് മെറ്റീരിയൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ബെസ്റ്റ് പ്രൈസിലായിരിക്കണം. അപ്പൊ അത് ഇവിടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്നോ അങ്ങോട്ട് പോകുന്ന കാശ്. നമ്മൾ സാധനങ്ങൾ പുറത്തു വരുമ്പോൾ സാധനങ്ങൾ അത് അങ്ങോട്ടാ പോണ കാശ്. അതായത് ഓക്കെ നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ, മനസ്സിലായില്ലേ? അപ്പോ ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസിന് അവർക്കറിയാം എന്ത് സ്പെസിഫിക്കേഷൻ എവിടുന്ന് കിട്ടും, എപ്പോൾ കിട്ടും, അതേമാതിരി പ്രൈസ് എന്തായിരിക്കണം, ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, എല്ലാം അവർക്കറിയാം. എന്നാൽ കമ്പനിക്ക് ഗുണമായിരിക്കും, നല്ല പ്രൈസ് ആയിരിക്കും, പ്രൊഡക്ഷൻ അൺഇൻറപ്റ്റഡ് പ്രൊഡക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ and usage of professional skills. Okay, now types of logistics. Business in the logistics in the business logistics. Okay, അതായത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അതേമാതിരി നമുക്ക് എത്ര അതേമാതിരി കൺസംഷൻ അനുസരിച്ചിട്ട് നമ്മുടെ അതായത് ടൈപ്പ് ഓഫ് ലോജിക്സ് ആണ്. ബിസിനസിന്റെ അനുസരിച്ച് നമ്മൾ ഇതിന്റെ വാങ്ങി അത് സൂക്ഷിച്ച് അതേമാതിരി അതിന്റെ സർവീസിന്റെ ഇതിനൊക്കെ നോക്കിയിട്ട് അതിന്റെ കൺസംഷൻ നോക്കിയിട്ട് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ അടുത്തത് മിലിറ്ററി ലോജിസ്റ്റിക്. ഇത് പറയേണ്ടല്ലോ, നമ്മുടെ പട്ടാളത്തിന്റെ ഇതിന് അതും ലോജിസ്റ്റിക്സ് ആണ്. അത് ഞാൻ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇവന്റ് ലോജിസ്റ്റിക്സ് പട്ടാളത്തിന് പല ആവശ്യം ഉണ്ടാവും, അറിയില്ലേ? എല്ലാം അവർക്ക് ആവശ്യമാണ്. കാരണം രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ. ഒരു കാര്യം, ഈ പട്ടാളത്തിന് എല്ലായിടത്തും ഒരേതല്ലല്ലോ, കാലാവസ്ഥ അനുസരിച്ചിട്ടല്ലേ ഓരോന്ന്. ഇപ്പൊ കാർഗിലോ മറ്റുള്ള നമ്മുടെ ഹിമാലയൻ റേഞ്ചിൽ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന എന്നും ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലമുണ്ട്, -20 ഡിഗ്രിക്കുണ്ട്. അപ്പൊ അവിടെ എങ്ങനെ മനുഷ്യൻ ജീവിക്കുക, അതുകൊണ്ട് ഓർക്കണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള ലോജിസ്റ്റിക്സ് അവിടെ വേണം. പിന്നെ കൈ കത്തിരിക്കും, കൈ മരവിച്ചു പോവും നമ്മള്. അപ്പോൾ ശ്വാസമൊക്കെ കിട്ടില്ല നമുക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള പല പല പ്രൊക്യൂർമെന്റ് മെറ്റീരിയൽസ് വേണം മിലിറ്ററിയിൽ. ഓക്കെ, സോ പിന്നെ പട്ടാളം യുദ്ധസമയത്ത് പറയാൻ പറ്റില്ല അത് എന്തെല്ലാം ആവശ്യമാണ്. ബാക്കി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് അറിയാം. ഓക്കെ, പിന്നെ വേറെ കാര്യം കൂടി, ഇന്ന് യുദ്ധം ചെയ്യാൻ ഇപ്പം നിങ്ങൾക്കറിയാം, ഇന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ ഒന്ന് സ്പീച്ച് കണ്ടു ഞാൻ മനിലയിൽ, ഇവിടെ ഇന്തോനേഷ്യയിൽ ബാലി. ഈ യുദ്ധം പണ്ടത്തെ മാതിരിയല്ല ഇപ്പോഴത്തെ യുദ്ധം. യുക്രൈനിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററും കൂടിയും പറഞ്ഞേറുന്നത്. കാരണം യുദ്ധം ഒരു രാജ്യത്തിനും നല്ലതല്ല. കാരണം നാമാവിശേഷമാവും രാജ്യം. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ യുക്രൈൻ, പണ്ടത്തെ യുക്രൈൻ എത്ര വർഷം പിടിക്കും? എന്നാൽ ഹിരോഷിമ നാഗസാക്കിയിലെ ബോംബ് വിട്ടിട്ട് 1945 1947 വിട്ടിട്ട് ഇന്ന് വരെ ആ സ്ഥലത്ത് പുല്ല് ഉണർത്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ദുരിതങ്ങള് എന്തിനപ്പോ അവിടെ പറയാൻ? നിങ്ങൾ ജപ്പാനിൽ പോണ, ടേക്ക് ദ എക്സാമ്പിൾ ഭോപ്പാൽ, മധ്യപ്രദേശ്. അവിടെ നമ്മുടെ അന്ന് ഗ്യാസ് ട്രാജഡി ഉണ്ടായതിന് ശേഷം ഇതുവരെ ആളുകൾ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കാസർഗോഡ് എൻഡോസൾഫാൻ ഇന്നിപ്പോഴും ആളുകളെ മരിച്ചുകൊണ്ടിരിക്കുന്നു, മരിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പോ ഇതൊക്കെ ഉണ്ട്. അപ്പൊ മിലിറ്ററി ലോജിസ്റ്റിക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ ഇവന്റ് ലോജിസ്റ്റിക്, ഓരോരോ ഇവന്റ് സമയത്ത് എന്തെല്ലാം. ഇപ്പൊ നമ്മളെ ഒരു കല്യാണം നടത്താൻ വിചാരിക്കുക, അതിൽ എന്തെല്ലാം ആവശ്യമുണ്ട് നിങ്ങൾ അത് ആലോചിച്ചോളൂ. ബാക്കി പറയണ്ടല്ലോ. ഒരു ഇവന്റ്, ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സമ്മേളനം, നിങ്ങളൊരു കോൺഫറൻസ് നടത്താൻ വിചാരിക്കുക, ഒരു എന്തെങ്കിലും നാഷണൽ കോൺഫറൻസോ ഇന്റർനാഷണൽ, എന്തെല്ലാം ആവശ്യമാണ്. അവരുടെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, എയർപോർട്ടിൽ നിന്ന് മുന്നോട്ട് സ്വീകരണം, അത് റിസപ്ഷൻ, അത് ഇത്, സോ മെനി തിങ് അല്ലേ? അതും ലോജിസ്റ്റിക് അല്ലേ? വാങ്ങലും എല്ലാം സാധനം ലോജിസ്റ്റിക്സ്. അപ്പോ സർവീസ് ലോജിസ്റ്റിക് അടുത്ത്, അതായത് നോക്കോളൂ, പിന്നെ ഓക്കെ, ഷെഡ്യൂളിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദി ഫെസിലിറ്റി, അസറ്റ്, പേഴ്സണൽ. പിന്നെ മനുഷ്യന്റെ ആവശ്യമില്ലേ ഇതെല്ലാം ചെയ്യാനാരാ? അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ്, ദേ ആർ ആൾസോ ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്.
അതായത് സർവീസ് നമ്മൾ റെൻഡർ ചെയ്യുന്നത് അതും ലോജിസ്റ്റിക്കിൽ പെടും. പിന്നെ കീ ലോജിസ്റ്റിക് ടേംസ് എന്തൊക്കെയാണ്? സപ്ലൈ, കമ്മോഡിറ്റീസ്, ഗുഡ്സ്, പ്രൊഡക്ട്സ് ആൻഡ് സ്റ്റോക്ക്. ഇതാണ് നമ്മുടെ കീ ലോജിസ്റ്റിക് ടേംസ്. പിന്നെ അടുത്തത് യൂസർ വേണ്ടേ, ഇത് യൂസ് ചെയ്യുന്ന ആള്, അതായത് നമ്മളാണ് അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മളെ യൂസർ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ആർക്കാ കൊടുക്കുന്നത്? അത് ക്ലയന്റ്. അതായത് അൾട്ടിമേറ്റ് നമ്മൾ ആർക്കാണ് ഇത് കൊടുക്കുന്നത്? അവനാണ് ക്ലയന്റ്. ഓക്കെ, അതേ പ്രകാരം ആൻഡ് കസ്റ്റമേഴ്സ് ഓൾസോ, പിന്നെ മറ്റുള്ള ഇതും. ഓക്കെ, നൗ okay, now here okay, however the people, client is a term often associated with the receiver of the product or service. മനസ്സിലായോ? ഓക്കെ, പിന്നെ സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, അതായത് ഒരു സ്ഥലത്തുനിന്ന് ഓരോന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ. അതായത് നമ്മളെ ഫുഡ് കോർപ്പറേഷൻ, എന്തിനാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാണ്. അവിടെ നിന്നല്ലേ ഓരോന്ന് ഗോതമ്പ്, അരി, ദാല് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഒരു സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. നിങ്ങൾ ആലോചിച്ച്, ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ സെൻട്രൽ ബുക്ക് ഡിപ്പോ ഉണ്ട്, ഓരോന്ന് ഡിസ്ട്രിക്റ്റിലുണ്ട്, അവരല്ലേ സപ്ലൈ ചെയ്യുന്ന ഓരോ സ്കൂളിലേക്ക്. അതിന് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. ഓക്കെ, ഒക്കെ. പിന്നെ സർവീസ് ഡെലിവറി പോയിന്റ്, എവിടെയൊക്കെ ഡെലിവറി, ഓരോ ഡെലിവറി ഇതുണ്ടല്ലോ, എവിടെയൊക്കെയാണ് ഇത് കിട്ടുക, എവിടെ ഡെലിവറി ചെയ്യുക. എല്ലായിടത്തും ഈ സർവീസ് ഡെലിവറി പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഡെലിവറി ഉണ്ടാവോ? ഇല്ലല്ലോ. പിന്നെ ഇൻവെന്ററി, അത് പറയാനുണ്ട്. ഇൻവെന്ററി നോക്കൂ. ഇൻവെന്ററി പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോണ്ടല്ലോ, കണ്ടമാനം സ്റ്റോർ ചെയ്യരുത്. ബ്ലോക്കേജ് ഓഫ് മണിയാണത്. സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ഇങ്ങനെ വെച്ചു വിചാരിക്കുക, അത് പിന്നീട് അതിന്റെ പ്രൈസ് ചിലപ്പോൾ കമ്മിയായി വിചാരിക്കുക പിന്നീട്. അതേമാതിരി ഈ സ്റ്റോക്ക് നമ്മുടെ വിറ്റഴിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു മിനിറ്റ്, ടേക്ക് ദി എക്സാമ്പിൾ. ഏതെങ്കിലും വോക്സ് വാഗനോ അല്ലെങ്കിൽ മാരുതി ഏതെങ്കിലും കാർ എടുക്കുക. അവരുടെ പ്ലാന്റില് സപ്പോസ് ഒരു 3000 കാറുണ്ട് ചെയ്യുക. ഓർക്കണേ, ദിനം പ്രതി 1500, 2000, 3000 കാറാണ് പ്രൊഡ്യൂസ് ചെയ്യണേ. അത് ലിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങോട്ട് കസ്റ്റമർ കൊടുത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം 3000, 6000, അല്ലെങ്കിൽ സപ്പോസ് 1000 ആണെച്ചാൽ 2000, പിന്നെ 3000, 3 ദിവസം. ഇത് വെക്കാൻ സ്ഥലം വേണ്ടേ? ഈ കാർ ഇവിടെ പാർക്ക് ചെയ്യുക. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട. അതായത് പിന്നെ പ്രൊഡക്ഷൻ അവർ നിർത്തേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കസ്റ്റമർക്ക് എത്തണ്ടേ, കൊടുക്കണ്ടേ. അല്ലെങ്കിൽ അതിന് അത് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലം വേണ്ട. ഇതൊക്കെ കാറ് എവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്? അവരുടെ പ്ലാന്റിലോ അല്ലെങ്കിൽ പ്രമിസ് എത്ര എണ്ണം സ്റ്റോക്ക് ചെയ്യും? അവരുടെ പ്രൊഡക്ഷൻ 3000 വിചാരിക്കുക, അല്ലെങ്കിൽ 2000 വിചാരിക്കുക. 2000 കാറ് ഒരു ദിവസമാണ്. ഇതെവിടെ സ്റ്റോർ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവൻ കയറ്റി ഓരോ സ്റ്റേറ്റിലേക്ക് അയക്കുന്ന ഓരോ ഏജന്റ് അല്ലേ. സോ ലീഡ് ടൈം, പൈപ്പ് ലൈൻ. എവിടെയാണ് പൈപ്പ് ലൈൻ? എന്താണ് പൈപ്പ് ലൈൻ? ഈ പൈപ്പ് ലൈൻ എന്ന് വെച്ചാൽ, അതായത് നമ്മള് ഓരോരോ ചെയിൻ ഓഫ് ദി എൻഡർ ചെയിൻ ഓഫ്. നോക്കൂ, ഒരു നമ്മുടെ ടാങ്കില്, വാട്ടർ ടാങ്കിൽ വെള്ളം എങ്ങനെ പോണം? ഈ പൈപ്പ് കൂടെ അല്ലേ പോണം. അൾട്ടിമേറ്റ്ലി നമുക്കൊരു സാധനം ആകുമ്പോൾ പല 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 ഇതോട് കൂടിയിട്ടില്ല. അപ്പൊ ഈ പൈപ്പ് ലൈൻ പറഞ്ഞാൽ ചെയിൻ ഓഫ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ലിങ്ക്സ്. എല്ലാ സാധനം ട്രാൻസ്പോർട്ടേഷനും ഇല്ലേ ഇതില്. അപ്പോ ത്രൂ വിച്ച് സപ്ലൈ, അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്നതിൽ ഓരോന്നും ഇൻവോൾവ് ചെയ്തായിട്ടുണ്ട്, പലതും ഇൻവോൾവ് ചെയ്താൽ അവിടെ കിട്ടും. പിന്നെ വേറെ കാര്യം, ലീഡ് ടൈം, അതായത് എത്ര സമയത്തിന്റെ ഉള്ളില്. ഈ ലീഡ് ടൈം പറഞ്ഞാൽ ദിസ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ദി ഓർഡർ ആൻഡ് ന്യൂ സ്റ്റോക്ക്. എന്നാ ഓർഡർ ചെയ്യണേ എന്നാ കിട്ടുന്നതിന്റെ ഗ്യാപ്പ്. ചിലപ്പോ നിങ്ങൾ പറഞ്ഞത് സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിലേ അതുണ്ടാക്കാൻ സമയം പിടിക്കും ചിലപ്പോഴേ. അപ്പൊ ചിലപ്പോ അതിന് ഗ്യാപ്പ്. അപ്പൊ എന്നാ ഓർഡർ ചെയ്ത എന്നാ കിട്ടിയ. പക്ഷെ ഒരു കാര്യം, അതിലേതിനോ വിത്തിൻ 45 days ഓർ വിത്തിൻ 6 months ഓർ വിത്തിൻ 3 days, അതെ സോറി 2 months. നിങ്ങൾ ഈ 2 months നിങ്ങൾ ഒരു കൊല്ലം എടുക്കുന്നത്, പിന്നെ അടുത്ത ഓർഡർ നിങ്ങൾക്ക് വരില്ല. അപ്പൊ ലീഡ് ടൈം ഈസ് ഓൾസോ തന്നെ. ഓക്കെ, നൗ roles and functions of logistics in an organization. The role of logistics is clearly much greater than just distribution of product. It ranges from the purchase of raw materials, inventory management. പിന്നെ ഇൻവെന്ററി പറഞ്ഞ സ്റ്റോറേജ്. അത് കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യരുത്. കാരണം അത് വിറ്റാലല്ലേ നമുക്ക് കാശ് കിട്ടൂ. അല്ലെങ്കിൽ അത് മണി ബ്ലോക്ക് അല്ലേ, അവിടെ കിടക്കുന്നില്ലേ. നെല്ല് സംഭരിച്ചിട്ട് ഒരു സ്ഥലത്താണ് വെച്ചു വിചാരിക്കുക.
അത് കുറെ കഴിഞ്ഞ് നാശാവില്ലേ? മഴ പെയ്താൽ മുളക്കില്ലേ? അപ്പൊ ഇത് നമ്മൾ നേരെ മറ്റേത് കൊടുത്തു വിചാരിക്കുക, അതിന് കാശ് കിട്ടില്ലേ? ഓക്കെ. സോ പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, അത് ഓപ്പറേഷണൽ കൺട്രോള്, ക്വാളിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ഒരു കാര്യം, ട്രാൻസ്പോർട്ടേഷൻ വളരെ അത് വരുന്നുണ്ട്, അപ്പം പറയാം. ഡിമാൻഡ് മാനേജ്മെന്റ്, ഫോർകാസ്റ്റ്. നമ്മള് ഓയിൽ മേടിക്കുക വിചാരിക്കുക എവിടെ നിന്ന്. അപ്പൊ നമുക്കറിയണത് എവിടെ നിന്നാണ്? BPCL നിന്നാണോ, ഇന്ത്യൻ ഓയിൽ നിന്നാണോ, HP നിന്നാണോ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആണോ? നമ്മൾ നോക്കണം, അത് ഫോർകാസ്റ്റ് ചെയ്യണം. ചിലത് നമ്മൾ റിക്വയർമെന്റ് പെട്ടെന്ന് കിട്ടില്ല. മുംബൈ കൂട്ടി നമ്മളിത് പറയട്ടെ എന്താന്ന്, മുംബൈ കൂട്ടി കിട്ടില്ല എന്ന്. പിന്നെ ഹൈദരാബാദ് DRDO നമ്മുടെ സ്പെസിഫിക് ചില ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ഫോർ നമ്മൾ റോക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ എന്താ പറയണ്ടത്, ചിപ്സ്, VLSI, വെരി ലാർജ് സർക്യൂട്ട് ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ചില സ്പെഷ്യൽ ഗ്യാസ് ഉണ്ട്. അത് എക്സ്പ്ലോസീവ് ആണ് കംപ്ലീറ്റ്. അപ്പൊ അത് ഉണ്ടാക്കുന്ന നാഗ്പൂരേ ഉള്ളൂ. അപ്പൊ നാഗ്പൂരിൽ നിന്ന് വരണം അത് കൊണ്ടുവരേണ്ട വാഹനം ഉണ്ടല്ലോ. അപ്പൊ അതിനായിട്ടുള്ള വാഹനമാണത്. അത് വളരെ ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്യണം. എക്സ്പ്ലോസീവ് ആണത്, പൊട്ടിത്തെറിക്കും, അങ്ങനെയുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കണം, ഇതെല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ സാധനം ഞാൻ പറയട്ടെ, ശുദ്ധവെള്ള വിതരണം അവിടെ കൊണ്ടിട്ട് നമ്മൾ കക്കൂസിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആ ഇത് ഉപയോഗിച്ചാലും പ്യൂർ വാട്ടർ ഡ്രിങ്കിങ് വാട്ടറിന്. അപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ട് ഏത് വണ്ടി യൂസ് ചെയ്യണം അതും കൂടി അറിയണ്ടേ, അതും കൂടി നോക്കണം. നമ്മള് ഓരോരോ വാഹനങ്ങളെ ഓരോന്നനുസരിച്ചിട്ടാണ്. നമ്മുടെ 45 നമ്മുടെ ഉദാഹരണം റോക്കറ്റ് ലോഞ്ചിങ്ങില് 100-150 വീലുള്ള വാഹനത്തിലാണ് പോകുന്നത് ശ്രീഹരിക്കോട്ടയില് റോക്കറ്റ്. അപ്പൊ അതനുസരിച്ചുള്ള വാഹനം വേണ്ടേ? വളവും തിരിവും പാടില്ല. അതായത് നാളെ കണ്ടുപിടെ നമ്മുടെ ഈവൻ ഫ്രം കൊച്ചി എയർപോർട്ട് ഒരു പണ്ടത്തെ എയർബസ്, അത് ഒരു ഹൈദരാബാദിൽ ഒരുത്തിനും വിറ്റിട്ട് ആ പ്ലെയിൻ എയർബസ് ആണ് പണ്ടത്തെ, അത് ട്രക്കില് മറ്റേതിൽ വലിയ നീളത്തിലുള്ള അതിൽ കൊണ്ടുപോകുന്നത്. അതിന്റെ വിങ് അടുത്ത് തട്ടി, അത് വളരെ കാരണം ഈ വിങ് കണ്ടവാനല്ലേ, അതനുസരിച്ച് റോഡ് വീതി ഉണ്ടേ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ആലോചിക്കണേ, ഓരോരോ സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഏതാണ് ഉപകരിക്കുക, അതനുസരിച്ചിട്ട് വേണം നമുക്ക്. ചിലയിടത്ത് ഇപ്പൊ നോക്കിക്കോളൂ, നമ്മൾ പണ്ട് ശബരിമല വി വേർ യൂസിങ് പമ്പയെന്ന സന്നിധാനത്തിലേക്ക് ഡോങ്കീസിനെയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. പണ്ട്, ഇന്നല്ല ഞാൻ പറയുന്നത്. ശർക്കര, തേങ്ങ, ഇതൊക്കെ അതിന്റെ പുറത്ത് വെച്ചിട്ടാണ് പണ്ട് പോയിരുന്നത്, മനസ്സിലായോ? ഇന്നതല്ല. അപ്പോ അതാത് സന്ദർഭത്തിൽ ഏതാണോ ഉപയോഗിക്കേണ്ടത് അങ്ങനെ വാഹനങ്ങൾ ഉപയോഗിക്കണം. ചിലയിടത്ത് വെക്കണില്ലേ ജീപ്പ്, മലയുടെ മുകളിൽ പോകാൻ ജീപ്പ് കൊണ്ടേ, ആ സ്ഥാനത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ വേറെ എന്തെങ്കിലും കൊണ്ടുപോയാലോ, വാഹനങ്ങൾ കൊണ്ടുപോയാൽ കയറണ്ടേ മലയുടെ മുകളിൽ. അപ്പൊ തീർന്നു പോകാൻ കാര്യങ്ങൾ മനസ്സിലായില്ലേ? സോ ഇൻ എനി ബിസിനസ് ഫ്രം ദർ ഒറിജിൻ ടു സപ്ലൈ, അപ്പൊ എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ലോജിസ്റ്റിക് കൺസെപ്റ്റ് ഇൻക്ലൂഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പറയണ്ടല്ലോ, സപ്ലയർ. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലെ നമുക്ക് സാധനം പ്രോപ്പറായിട്ട് കിട്ടണം. അതിൽ നമ്മൾ ചിലപ്പോൾ മീഡിയേഷൻ ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, വേറെ ഒരാൾ മുഖാന്തരമായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് ഓരോന്ന് കൊടുക്കുന്ന സമയത്ത് ഇന്റർമീഡിയറ്റ് ഇതുണ്ടാവും. ചിലപ്പോൾ എന്താ അറിയാം, അവര് പണ്ടൊക്കെ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ, ടേക്ക് ദി എക്സാമ്പിൾ. പണ്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ട്രേഡ് കോർപ്പറേഷൻ ആയിരിക്കണം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ചില സമയത്ത്. അപ്പൊ ഇന്റർമീഡിയറ്റ് ഇതുണ്ട് ചിലത്. പിന്നെ അത് കസ്റ്റമർ. പിന്നെ അടുത്തത് പിന്നെ ഇന്റിഗ്രേറ്റഡ് എഫേർട്സ് ത്രൂ പ്രൊഡക്റ്റ് പ്രൈസ്. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണ്ടേ? കാണില്ലേ നിങ്ങൾ ഓരോ പത്രത്തിൽ ഓരോ ദിവസം കണ്ടില്ലേ? ഇപ്പൊ പത്രത്തില് പരസ്യം മാത്രമല്ലേ ഉള്ളൂ, വായിക്കാനൊന്നുമില്ല. ആകെ 5 മിനിറ്റ് കൊണ്ട് പത്രം വായിക്കാൻ. സാധാരണ ഞാൻ എത്രയോ മണിക്കൂറുകൾ ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കാൻ എടുത്തിരുന്നത് ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് പേപ്പർ വായിച്ചു തരും. കാരണം എല്ലാം അറിയാവുന്നതാണ് എന്താ നടക്കുന്നതെന്ന് പരിപാടി. അതിലെ മുഴുവൻ അഡ്വർടൈസ്മെന്റ് ആണ് അല്ലേ? പ്രത്യേക നമ്മുടെ മലയാളത്തിലൊക്കെ നോക്കിയോളൂ, മനോരമയായിട്ട് മാതൃഭൂമി. പണ്ടൊക്കെ മാതൃഭൂമി പത്രം ഒരു കാലത്ത് ഞാൻ ഇതിന്റെ കോളേജിന് ചില സമയത്ത് അതിന്റെ ആർട്ടിക്കിൾസ് നോക്കുള്ളൂ എത്രത്തോളം നമ്മൾ സമയം എടുത്തു. വാസുദേവൻ നായരാണ് എഡിറ്റർ. അപ്പൊ അതിൽ വരുന്ന ആർട്ടിക്കിൾ അതേ നിലയിലുള്ള റൂപ്, കേശവദേവ്, അതേമാതിരി ശങ്കർ കുറുപ്പ്, അതേമാതിരിയുള്ള ഓരോരുത്തരുടെ കവിതയും ഇതൊക്കെയാണ്. ചങ്ങമ്പുഴ അതേമാതിരിയുള്ള ഇതുണ്ടല്ലോ, അതേമാതിരിയുള്ള മനോഹരമായ അവതരണ ശൈലിയാണ് ഓരോരുത്തർക്കുണ്ടായിരുന്നത്.
ഹൈലി നമുക്ക് കുറച്ച് നല്ല നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവും സാഹിത്യം. പിന്നെ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ന്യൂസ് പേപ്പർ. വെൻ ഐ വാസ് ഇൻ ബോംബെ, ഞാൻ പറഞ്ഞുതരാം, ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഞാൻ വായിച്ചു. ഒന്ന് പെട്ടെന്നൊന്നും തീരില്ല. കാരണം വണ്ടിയിൽ 45 മിനിറ്റ് 50 മിനിറ്റ് ഇരട്ടി ട്രെയിനിൽ ഇരുന്നാലും അവിടെ എത്തുമ്പോഴും തീരില്ല. 2 പേജ് വായിച്ചിട്ടുണ്ടാവും. പിന്നെ സമയം കണ്ട് പിന്നെ വായിക്കും. വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് പിന്നെ 10 മണിയായിട്ടാണ് ആ പേപ്പർ വായിച്ചു തീരും. അത്ര അതിൽ ന്യൂസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? പിന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഇപ്പോൾ എല്ലാം ഒരേ മാതിരി, ഒന്നും മെച്ചമായിട്ട് കാണുന്നില്ല. കാരണം വെരി സിമ്പിൾ ആൻഡ് one sided, not a neutral. We cannot learn anything. So പണ്ട് this editorial note ഒക്കെ ഉണ്ടല്ലോ, ഹിന്ദു, സ്റ്റേറ്റ്സ്മാൻ, ഐ എം ആരി, ചണ്ഡീഗഡ് എന്നുള്ള ഇത് നമ്മുടെ ട്രിബ്യൂൺ, പിന്നെ നമ്മുടെ സ്റ്റേറ്റ്സ്മാൻ പറഞ്ഞ ക്രോണിക്കൽ, മറ്റേ ഹിന്ദുസ്ഥാൻ ടൈംസ് ഞാൻ ആൾറെഡി പറഞ്ഞു. അതേമാതിരി ഡെക്കാൻ ക്രോണിക്കൽ, ഡെക്കാൻ ഹെറാൾഡ്, ഇതിൻ്റെയൊക്കെ പൈനീർ. അതേമാതിരി ഇതിൻ്റെ എഡിറ്റോറിയൽ നോട്ട്, ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്റോറിയൽ നോട്ട് ഡിക്ഷണറി ഇല്ലാണ്ട് വായിക്കാൻ പറ്റില്ല. മനസ്സിലാവും നിങ്ങൾക്ക്? അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. ഇന്നോ ബാക്കി നിങ്ങൾ ആലോചിച്ചോളൂ. അപ്പൊ പ്രൊമോഷൻ നമുക്ക് ആവശ്യമാണ്. ഓരോരോ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ. കാറൊക്കെ പ്രൊമോട്ട് ചെയ്യണ്ടേ? അതായത് ദീപാവലിയൊക്കെ നിങ്ങൾ കാണാൻ, അഡ്വർടൈസ്മെന്റ്, ഓണത്തിന്, ക്രിസ്മസിന്. അപ്പൊ പ്രൊമോഷനിൽ ഇതൊക്കെ പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എവിടെ നിന്നാണ് കിട്ടുക? പിന്നെ കമ്പനി പ്രോഫിറ്റ് ബൈ ഓഫ് മാക്സിമൈസിങ് എപ്പോഴും ലോങ് ടേം പ്രോഫിറ്റബിൾ, ഷോർട്ട് ടേം ആവരുത്. ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും ആ പ്രോഫിറ്റബിലിറ്റി? ആൻഡ് ലോവസ്റ്റ് ടോട്ടൽ കോസ്റ്റ്, എങ്കിലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവൂ. അല്ല കിട്ടുന്ന മുഴുവൻ ചിലവാക്കിയപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്. പിന്നെ ഇൻഫർമേഷൻ നന്നായിട്ട് ഫ്ലോ ചെയ്യണം. അതായത് പെട്ടെന്ന് ഒരു കസ്റ്റമർ എന്ന് ചോദിച്ചാൽ, യെസ് സർ, വി ഹാവ് റിസീവ്ഡ് യുവർ ഓർഡർ ആൻഡ് we are in the process of manufacturing this and we will be making delivery on so and so date. Hi, how beautiful it is, communication. പിന്നെ വെയർഹൗസിങ് എന്ന് പറഞ്ഞാലേ അതിനുള്ള ഒരുക്കുമാണ് കംപ്ലീറ്റ് ചെയ്ത് വേണം അവിടെ. മനസ്സിലായില്ലേ? സാധനം ഭൂമിയിൽ വെക്കാൻ പാടില്ല, ചില സമയത്ത് മണ്ണ്. അതേമാതിരി ഓരോ സാധനം സ്റ്റോർ ചെയ്യുന്നത്, പിന്നെ സയന്റിഫിക് ഇലക്ട്രോണിക്സിന്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഇൻവെന്ററി കൺട്രോൾ, കൂടുതൽ വാങ്ങി വെക്കരുത്, കൺട്രോൾ ചെയ്യണം. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഈ ഷോർട്ടേജ് ഒക്കെ വരാം. അപ്പോൾ ഇൻവെന്ററി നമ്മൾ ചെയ്യുന്നു. പക്ഷെ അധികം സമയം നമ്മൾ, ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സാധനങ്ങൾ അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അത് കേടുവന്ന് പോകും. പാക്കേജിങ് ഈസ് വെരി എസെൻഷ്യൽ. നോക്കൂ, നിങ്ങളെ ഗ്ലാസ് പ്രോപ്പറായി പാക്ക് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? TV നിങ്ങളെ ഫരീദാബാദിൽ നിന്നോ ഗാസിയാബാദിൽ നിന്നോ അങ്ങോട്ട് നിങ്ങൾ കേരളത്തിൽ വിളിച്ചാൽ അത് പാക്ക് ചെയ്യണ്ടേ പ്രോപ്പറായിട്ട്? പാക്ക് ചെയ്തില്ലെങ്കിൽ എന്താ അർത്ഥം? അതിൻ്റെ സ്ക്രീന് കംപ്ലീറ്റ് പോയില്ലേ, പൊട്ടിപ്പോയില്ലേ? പാക്കേജിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാൻ ട്രാൻസ്പോർട്ടേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ട്രാൻസ്പോർട്ടേഷൻ പലവിധമുണ്ട്. ലാൻഡ്, എയർ, ഷിപ്പ്, അല്ലേ? അത് ഏതാ യൂസ്ഫുൾ അതാണ് ഉപയോഗിക്കേണ്ടത്. ചിലത് ഷിപ്പാണ്, കാരണം ഷിപ്പിന് അധികം കോസ്റ്റ് വരില്ല, വെള്ളത്തിൽ കൂടെയാണ്. പക്ഷേ ഇറ്റ് ഡിലേ ആവും ചില സമയത്ത്. എയർ പെട്ടെന്നെത്തും, കാശ് കൂടും. മനസ്സിലായോ? സോ ചില കാര്യങ്ങൾ നമ്മളെ പ്ലെയിനിൽ കൊണ്ടുപോകാൻ പറ്റില്ല ചിലത്, കാരണം നീളത്തിലുള്ളത് മറ്റേ പല വലിയ കുറേ വണ്ടികളും മറ്റേതൊക്കെ ഉള്ളതില്ലേ, അത് ഇതിനൊക്കെ ചില ലിമിറ്റേഷൻ ഉണ്ടല്ലോ എയറിന്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പറയുക പ്രിൻസിപ്പൽ ആക്ടിവിറ്റീസ്. നോക്കൂ, റൈറ്റ് മെറ്റീരിയൽ. നമ്മളെ ഓരോ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ റൈറ്റ് മെറ്റീരിയൽസ് ആയിരിക്കണം, പ്രൊഡക്റ്റ് പ്രോപ്പർ ആയിരിക്കണം, റൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. നമ്മളെ സ്വീകരിക്കുന്നതും അതേമാതിരി നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. 10 ചോദിച്ചാൽ 5 കൊടുത്തിട്ട് ബാക്കി 5 എവിടെ പോകും? അപ്പോൾ റൈറ്റ് ക്വാണ്ടിറ്റി. പിന്നെ റൈറ്റ് കണ്ടീഷൻ. നമ്മളെ അതായത് വാങ്ങുന്ന സാധനം നമ്മളെ പ്രോപ്പർ അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പോൾ ഉദാഹരണം എന്താ, ഈ വാച്ച് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് വന്നതാണ്. ഡൽഹിയിൽ നിന്ന് ഫോറിനത്താണത്, ഡൽഹിയിൽ നിന്നാണ്. പക്ഷേ ഇന്നിത് തിരിയുന്നില്ല. രാവിലെ മുതൽ എവിടെ പോകും? ഗ്യാരണ്ടിയിലൊന്നുമില്ല. ഇത് ഓൺലൈനിൽ വന്നതാണ്. ഏത് നമ്മുടെ ഫെസ്റ്റിവൽ ടൈമിൽ നിങ്ങൾക്ക് ഇത്രയാണ് ഇത് പറഞ്ഞിട്ട് കൊറിയ ഏതാണ് രാജ്യം. അപ്പോൾ ഇത് അവിടെ നിന്ന് വന്നാണ്.
ഇന്ന് ഞാൻ സാധാരണ നോക്കാറില്ല, നോക്കിയപ്പോൾ മണി 11 അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ ഇത് ഓൺലൈനിൽ വന്നതാണ്. കാശ് ശരിക്ക് കൊടുക്കുകയും ചെയ്തു, കാരണം ആദ്യം തന്നെ. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്, കണ്ടീഷൻ പ്രോപ്പർ ആയിരിക്കണ്ടേ. കിട്ടിയ സാധനം വാങ്ങിയാൽ പോരല്ലോ, കണ്ടീഷൻ പ്രോപ്പർ ആയിരിക്കണ്ടേ. നെക്സ്റ്റ്, അപ്പൊ ടൈമിൽ ഡെലിവറി വേണം, റൈറ്റ് പ്ലേസിൽ വേണം, റൈറ്റ് കോസ്റ്റ് ആയിരിക്കണം, റൈറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കണം, റൈറ്റ് സർവീസ് ആയിരിക്കണം. മനസ്സിലായില്ലേ? സർവീസ് പ്രോപ്പറാണ്. സർവീസ് ഈസ് പിന്നെ വേറെ നിങ്ങളോട് ഒരു കാര്യം പറയണ്ടേ, ചിലര് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സാധനം നമുക്ക് പ്രോഫിറ്റ് വേണം പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. ആഫ്റ്റർ സെയിൽസ് ഡെലിവറി ഈസ് ബാഡ്. നിങ്ങളെ പറയും, നിങ്ങൾ ഇത് കൊണ്ടുപോകും, ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കോളൂ, ഓണല്ലേ ക്രിസ്മസ് അല്ലേ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് സർവീസിന് വിളിച്ചാലോ ഇവർ ടെലിഫോൺ എടുക്കില്ലേ. ടി വി നമ്മൾ റിപ്പയർ ചെയ്യാൻ ആ കമ്പനി നമുക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക, വാറണ്ടി ഗ്യാരണ്ടി എന്താ പറയുക, അതുണ്ടെങ്കിലും ശരി വിളിച്ചാൽ അവർ ലിഫ്റ്റ് ചെയ്യില്ല. എന്ന് വിളിച്ചാൽ 10 ദിവസം കഴിഞ്ഞിട്ട് വരും. മനസ്സിലായോ? അതല്ല, സർവീസ് ഷുഡ് ബി prompt. Then only the customer satisfaction will be there. So, to the right customer, associates, suppliers and stockholders. Okay? Now, key logistic activities. ഓർഡർ കിട്ടിയ പെട്ടെന്ന് പ്രോസസ് ചെയ്യണം. ഓർഡർ അതേമാതിരി ഓർഡർ പ്രോസസ്സിങ്. ഓർഡർ കിട്ടി വിചാരിക്കുക, ജസ്റ്റ് വെയിറ്റ്. നോ, ഓർഡർ പ്രോസസ്സിങ്, സോറി, ഓർഡർ കിട്ടിയ ഉടനെ അത് പ്രോസസ് ചെയ്യുക. നമുക്ക് ഓർഡർ കിട്ടി, അതിന് എന്തെല്ലാം നമുക്ക് സാധനങ്ങൾ വേണം, മേടിക്കണം. അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെല്ലാം മേടിക്കണം. ഓർഡർ കിട്ടി, നമുക്കൊരു ഷിപ്പ് ഉണ്ടാക്കണം വിചാരിക്കുക. സപ്പോസ് ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ ഒരു ഓർഡർ വേണ്ടി, ഷിപ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനം വേണം. അപ്പൊ അത് പ്രൊക്യൂർമെന്റ് വേണ്ടേ, മെറ്റീരിയൽ പ്രോപ്പർ ഹാൻഡിൽ ചെയ്യണ്ടേ, സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യണ്ടേ, ഇൻവെന്ററി കൺട്രോൾ ചെയ്യണ്ടേ, ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പർ ആയിരിക്കണ്ടേ, പാക്കേജിങ് പ്രോപ്പർ ആയിരിക്കണ്ടേ, ഇൻഫർമേഷൻ പ്രോപ്പർ ആയിരിക്കണ്ടേ. എന്താ ഇൻഫർമേഷൻ? Periodic communication should be there. Always problem. Please remember one thing. നിങ്ങൾ മനസ്സിലാക്കണം. സോറി, ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ചിലതൊക്കെ നമ്മളൊക്കെ ഈ ടെക്നിക്കൽ ആയതുകൊണ്ട് നമുക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണ് വരുന്നത്. നമ്മളിപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടിയാലും ശരി, നമ്മൾ പ്രോംപ്റ്റായിട്ട് പറഞ്ഞാൽ ഇന്നതാണ് സാറേ, അതല്ല, ഒരു 10 ദിവസം ഡിലേ, അതിന്റെ കാരണം ഇതാണ് പറഞ്ഞാൽ മതി. അവർക്ക് ഡിസ്പാച്ച് ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണ്, ഷിപ്പ് എത്തിയിട്ടില്ല, കണ്ടെയ്നർ വെള്ളാർപ്പാടം കണ്ടെയ്നർ ഇതിലാണ് വരുന്നത്, എത്തിവിട്ടിന് അങ്ങോട്ട്. അങ്ങനെ ജസ്റ്റ് കസ്റ്റമർ റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതാണ്. അപ്പൊ ഇൻഫർമേഷൻ, ഈ ക്ലാസിഫിക്കേഷൻ, ലോജിസ്റ്റിക്. ഇൻബൗണ്ട്, എന്താ ഇൻബൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണം. പ്രൊഡക്റ്റ്, ഒരു സപ്പോസ് നമ്മുടെ പ്ലാന്റിന്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ്. യെസ്, നമ്മുടെ നോക്കിക്കോളൂ, നമ്മുടെ സാധനം, അതായത് എവിടുന്ന സാധനം കിട്ടുന്നത്, നമ്മുടെ അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്നത്, ഇത് എവിടുന്ന അക്വയർ ചെയ്യുന്നത്, എവിടുന്ന കിട്ടുന്നത്, പിന്നെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, ഡെലിവറി ചെയ്യുന്നത് എവിടെയാണ്. അപ്പോ ഇറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഓപ്പറേഷൻ ഫോർ എ മാനുഫാക്ചറിങ് ഫേം. അതായത് നമ്മുടെ മാനുഫാക്ചറിങ് ഫേം ഉള്ളിലുള്ള നടക്കുന്നത്, നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്നതിനാണ് ഇൻബൗണ്ട്. അപ്സ്ട്രീം ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അപ്സ്ട്രീം പറഞ്ഞാൽ പിന്നെ യെസ്, ഒഴുക്ക്, അതായത് എന്താ പറയാ, ഒഴുക്കിനെതിരായ, അതായത് നമുക്ക് എന്താ അപ്സ്ട്രീം, നദികളൊക്കെ ഇല്ലേ, അതേമാതിരി. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മുടെ കമ്പനിയുള്ള മാനുഫാക്ചറിങ് ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം നീഡഡ്, എന്തെല്ലാം ആവശ്യമാണ്, അത് സപ്ലൈറിൽ നിന്ന് വാങ്ങുന്നത്, അത് നമ്മൾ സപ്ലൈങ് ടു ദ പ്ലാന്റ് ഫോർ ഓപ്പറേറ്റിംഗ് പ്രൊഡക്ഷൻ പർപ്പസ്, അതിനെയാണ് ഇൻബൗണ്ട് എന്ന് പറയാ. ഔട്ട് ബൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സാധനങ്ങള്, അതായത് മർച്ചൻഡൈസ്, സെല്ലർ ടു ദ ബയർ, അതായത് നമ്മളിത് വിൽക്കുന്നതും, അതായത് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ ഫ്ലോസ്, അതായത് കളക്ഷൻ, storage and distribution of the final goods. Distribution of the final goods to the customer is called outbound. No. Operating objectives of logistics. Rapid, prompt response. ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് ഇതായിരിക്കണം. മിനിമം അതിലെ മാറ്റങ്ങൾ വളരെ, അതായത് വേരിയേഷൻസ് ഉണ്ടല്ലോ, അത് കമ്മിയാക്കണം. ഇൻവെന്ററി മിനിമം ആയിരിക്കണം. മൂവ്മെന്റ് കൺസോളിഡേഷൻ വേണം.
അതായത് നിങ്ങൾ ഇവിടുത്തെ ചെന്നൈക്ക് ഒരു സാധനം അയക്കേണ്ട സമയത്ത് കോയമ്പത്തൂരിന്റെ സാധനം അതിന് ഉപയോഗിക്കുമോ? നിയർ ബൈ ഏരിയാസിലുള്ള ഇതും കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ടായിരിക്കും. എന്നാൽ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാലോ. അല്ലെങ്കിൽ കോയമ്പത്തൂർക്ക് സെപ്പറേറ്റ് ട്രക്ക്, മദ്രാസിലേക്ക് വേറെ ട്രക്ക്, നമുക്ക് സാധിക്കുമെങ്കിൽ അത് കൺസോളിഡേറ്റ് ചെയ്ത് ഒരേ സമയത്ത് ഷിപ്പ് ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ. ഉദാഹരണം, നമ്മുടെ കോൾ ഇവിടുന്ന് വരെ വിചാരിക്കുക ബീഹാറിന്ന് വരുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ പാലക്കാട് സപ്ലൈ ചെയ്യണം. അതേമാതിരി കായംകുളം നാഷണൽ പാലക്കാട് കൂടി ആഡ് ചെയ്യുക, ഷൊർണൂരിന് കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തൃശ്ശൂരിന് കൂടി ഓർഡർ ചെയ്യുക, എറണാകുളത്തെ ഓർഡർ ചെയ്യുക. ഒന്നായിട്ട് കൺസോളിഡേറ്റ് ചെയ്യൂ. അപ്പോൾ ഒരൊറ്റ ഇതില് വണ്ടിയിൽ വേഗനിൽ വരും. അപ്പൊ നമ്മുടെ കോസ്റ്റ് വളരെ കമ്മിയായിരിക്കും. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ലൈഫ് സൈക്കിൾ സപ്പോർട്ട്, അതായത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എക്സ്പയറി ഡേറ്റ് അതുവരെയുള്ള ലൈഫ് പ്രിസർവ് ചെയ്യണം ഓരോ സാധനങ്ങളെ, ലൈഫ് സൈക്കിൾ. ഓക്കെ നൗ അത് പറഞ്ഞു കഴിഞ്ഞു, ലൈഫ് സൈക്കിൾ. ഓക്കെ അടുത്ത പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. യെസ്, പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. അതായത് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് പറഞ്ഞാൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത് കേട്ടോ, ലോജിസ്റ്റിക് പ്രൊക്യൂർമെന്റ്. പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് പറഞ്ഞാൽ നമ്മൾ മാനുഫാക്ചറിങ്ങിന് എന്തൊക്കെ വേണോ, പ്രൊക്യൂർമെന്റ് പറഞ്ഞാൽ വാങ്ങുക, പ്രൊഡക്ഷൻ പറഞ്ഞാൽ ഓപ്പറേഷണൽ ലോജിസ്റ്റിക്. പിന്നെ സെയിൽസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്. പിന്നെ വേറെ ചില കാര്യം റിക്കവറി, റിവേഴ്സ്, ചിലപ്പോൾ കണ്ടെടുക്കുക, റിവേഴ്സ് ചെയ്യുക തിരിച്ച്. അതേമാതിരി റിവേഴ്സ് ലോജിസ്റ്റിക് തിരിച്ച്. അതേമാതിരി റീസൈക്ലിംഗ്, ഒന്നും ഉപയോഗിച്ച് രണ്ടാമത് റീസൈക്കിൾ ചെയ്യാൻ പറ്റിച്ചാൽ അത്. ഓക്കെ നോ, അതായത് ഒന്നും കൂടി പറയാം, റിക്കവറി, സെയിൽസ് ലോജിസ്റ്റിക്, പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്, റീസൈക്ലിംഗ് ലോജിസ്റ്റിക്. നോ അടുത്ത് കൺക്ലൂഷൻ. ലോജിസ്റ്റിക്സ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ലോജിസ്റ്റിക് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ മാത്രമല്ല, പുറത്തേക്കല്ലേ സാധനങ്ങൾ കൊടുക്കുന്നത് പലതും. ബിയോണ്ട് ദ ബൗണ്ടറി, നമ്മൾ ഫോറിൻ കൺട്രീസിന് കൊടുക്കില്ലേ, ഇൻ ടു ദ സപ്ലൈ ചെയിൻ റിക്വയറിംഗ് കോർഡിനേഷൻ ഓഫ് ദ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. നമ്മളെ എവിടേക്കാണ് സപ്ലൈ ചെയ്യുന്നത്, കോർഡിനേഷൻ വളരെ വളരെ എസെൻഷ്യൽ. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് മദ്രാസ് അങ്ങോട്ട് പണ്ടൊക്കെ ട്രക്കിലങ്ങനെയായിരുന്നു. മദ്രാസ് വരെ ഒരാൾ, മദ്രാസിന് കേരളത്തിലേക്ക് വേറെ ഒരു ട്രക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പോൾ മെറ്റീരിയൽസ് ആൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ മെനി ബിസിനസ് പ്രോസസ്സസ്. ദിസ് ലീഡ്സ് ടു ദ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പ്രോസസ്. ഇതിന് നല്ല ലോജിസ്റ്റിക് മാനേജ്മെന്റ് വേണം, മനസ്സിലായില്ലേ? കഴിവുള്ളവരെ, അതായത് മെറ്റീരിയൽ മാനേജ്മെന്റിൽ പഠിച്ച് നല്ല കഴിവുള്ളവർ ആകുമ്പോൾ എന്താ ഗുണം, ഇതൊക്കെ പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊക്യൂർ ചെയ്യുക, കോമ്പറ്റേറ്റീവ് പ്രൈസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക. നമ്മൾ പ്രൊഡക്ഷനിൽ നമ്മൾ uninterrupted production can be ensured, and prompt supply of products to the customers can be ensured. അപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടുന്നു, accumulation to the final stage of delivering goods to the destination. So by adhering the customer need and industry standard. പിന്നെ വേറെ കാര്യം ഓർക്കണേ, സ്റ്റാൻഡേർഡ്, ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡിന്റെ ഓരോരോ കാര്യം. അതാണ് നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾക്ക് അറിയാലോ, ഈ ISI മാർക്ക് മറ്റേതൊക്കെ ഉണ്ട്. അത് മാർക്കില്ലാതെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഒന്നും പറ്റില്ല. ഓക്കെ, സോ ലോജിക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ISO മാർക്ക് മറ്റേതൊക്കെ വേണം, എഗ് മാർക്ക് മറ്റേതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് പ്രോസസ് സ്ട്രാറ്റജി, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ. അപ്പൊ പ്ലാനിങ് ഈസ് വെരി എസെൻഷ്യൽ, സ്ട്രാറ്റജി എസെൻഷ്യൽ, അപ്പോൾ ഇംപ്ലിമെന്റേഷൻ പറഞ്ഞാൽ പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. സോ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫിസിക്കൽ സപ്ലൈ ഓൾസോ. ഒന്നുകൂടി പറയാം, അതായത് ബൈ അഡ്ഹറിങ് ദി കസ്റ്റമർ നീഡ്, കസ്റ്റമറുടെ നീഡാണ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഫെസിലിറ്റേറ്റ് പ്രോസസ് സ്ട്രാറ്റജി പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് both physical distribution and physical supply. Okay, thank you very much. Okay.